പടച്ചത് ആരാധിക്കാനാണ്. അല്ലാഹു തആല നമുക്ക് ആഫിയത്ത് നൽകിയത് റബ്ബ് തആലയെ അറിഞ്ഞ് ആരാധിക്കാനാണ്. നമുക്ക് അല്ലാഹു തആല സൗകര്യങ്ങൾ ഒരുക്കി തന്നടാ യജമാനനായ റബ്ബ് തആലയെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കാനാണ്. ആരാധനയുടെ ഉദ്ദേശം എന്തായിരിക്കണം? നമ്മുടെ ആരാധനയുടെ ഉദ്ദേശം എന്തായിരിക്കണം? അല്ലാഹുവിനോടുള്ള സ്നേഹമാണോ? അല്ലാഹുവിനോടുള്ള പേടിയാണോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലുള്ള പ്രതീക്ഷയാണോ? ഓ എന്റെ സഹോദരന്മാരെ, നമ്മുടെ ഈ വയലുകൊണ്ട് റബ്ബിന്റെ പൊരുത്തമാണോ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ടാണോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്? അല്ലാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ടതുകൊണ്ടാണോ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്? ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ആരാധനയുടെ താൽപര്യം എന്തായിരിക്കണം? മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യജിബു അലൽ മുഅ്മിനി അൻ യഅ്ബുദല്ലാഹ ബിഹാദിഹിൽ വുജൂഹ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു മനുഷ്യന്റെ ആരാധനയുടെ ഉദ്ദേശം എന്താണ്? ഒരു മനുഷ്യന്റെ ആരാധനയുടെ മാനദണ്ഡം എന്താണ്? അല്ലാഹു തആലയോടുള്ള മഹബ്ബത്തും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലുള്ള പ്രതീക്ഷയും അല്ലാഹുവിന്റെ ശിക്ഷയിലുള്ള പേടിയും, ഇത് മൂന്നും സമുന്നയിപ്പിക്കുമ്പോഴേ നമ്മുടെ ഇബാദത്ത് പൂർണ്ണമാവുകയുള്ളൂ. ഇത് മൂന്നും കൂടെ വിശ്വാസവും നമ്മുടെ മനതലങ്ങളിൽ ഉണ്ടാകുമ്പോഴേ ഓ എന്റെ ഉമ്മ നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നത്. വലാ ബുദ്ദ മിൻ ജമീഇഹാ. ആരാധന കൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ചിന്തയതായിരിക്കണം, യജമാനനായ റബ്ബിന്റെ അനുഗ്രഹങ്ങളിലുള്ള പ്രതീക്ഷയും അല്ലാഹു തആലയുടെ ശിക്ഷയിലുള്ള പേടിയും അല്ലാഹുവിനോടുള്ള സ്നേഹവും. വമൻ അഖല്ല ബിബഅലിഹാ ഫഖദ് അഖല്ല ബഅല വാജിബാതിൽ ഈമാൻ. ഏതെങ്കിലും ഒന്നിനൊരാൾ ഇടർച്ച വരുത്തിയാൽ ഈമാനിന്റെ ഭാഗങ്ങളിൽ നിന്ന് ചിലതിനെ ഇടർച്ച വരുത്തിയവനാണ്. ആരാധനകളെ കൊണ്ട് റബ്ബിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ആരാധിക്കാൻ പാടുള്ളതല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ അല്ലാഹുവിനെ ആരാധിച്ചുകൂടാ. അല്ലാഹുവിന്റെ പ്രതിഫലങ്ങളിലുള്ള പ്രതീക്ഷയിൽ മാത്രം നമ്മൾ ആരാധിച്ചുകൂടാ. നേരെ മറിച്ച് നമ്മുടെ ആരാധനയുടെ താൽപര്യോ യജമാനനായ റബ്ബിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലുള്ള പ്രതീക്ഷയാണ്, അല്ലാഹുവിന്റെ ശിക്ഷകളിലുള്ള പേടിയുമാണ്. അല്ലാഹുവേ, ഈമാൻ കാമിലായ സത്യവിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഓ എന്റെ സഹോദരന്മാരെ, വിശദീകരിക്കുന്നില്ല ഞാൻ. നരകമെന്നത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാ, സ്വർഗമെന്നത് അല്ലാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാണ്. സൃഷ്ടിയാകുന്ന നരകത്തെ പേടിച്ചുകൊണ്ടല്ല റബ്ബിനെ നമ്മൾ ആരാധിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുന്ന നേരമാ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുന്നത്. നഫീസയൊന്ന് കാണണം, ദുആ കൊണ്ടൊന്ന് വസിയ്യത്ത് ചെയ്യണോ. അങ്ങനെ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങളെ നഫീസ ബീവിയുടെ സബിതത്തിലേക്ക് കടന്നു വരുമ്പോ നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കയ്യിൽ ഒരു പാട്ട വെള്ളമുണ്ട്, മറുകൈയിൽ മഹദിയായ നഫീസയുടെ കയ്യിലുള്ളതോ കത്തിയാളെന്ന ഒരു പന്തത്തിന്റെ കൂട്ടവുമുണ്ട്. ഒരു കയ്യിൽ പന്തം പിടിച്ച് ഒരു കയ്യിൽ ഒരു പാട്ട വെള്ളവും പിടിച്ച് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് വരുമ്പോഴാ ഹസൻ ബസ്രി തങ്ങളെ കാണുന്നത്. ഹസൻ ബസ്രി തങ്ങളെ ചോദിച്ചു, അല്ലേ നഫീസ, നിങ്ങളെവിടേക്കാ വെള്ളവും കൊണ്ടുപോകുന്നത്? എന്തിനാ തീപന്തം കയ്യിലേക്ക് പിടിച്ചത് എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ നിങ്ങൾ വെള്ളവും തീയുമായി പുറത്തേക്ക് പോകുന്നത്? എന്താ നിങ്ങളെ ഉദ്ദേശം നഫീസ?
ഉടനെ തന്നെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ഈ വെള്ളം കൊണ്ട് നരകം കെടുത്താൻ പോവാ, നരകത്തെ നശിപ്പിക്കണം, ഈ വെള്ളം കൊണ്ട് ഞാൻ നരകത്തെ കെടുത്തുകയാണ്. എന്റെ കയ്യിലുള്ള തീ കൊണ്ട് ഞാൻ സ്വർഗം കരിച്ചു കളയുകയാണ്. രണ്ടും വേണ്ട, നരകവും വേണ്ട, സ്വർഗവും വേണ്ട. അപ്പൊ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്ത് വാക്കാങ്ങൾ ഈ പറയുന്നത്? അള്ളാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് അള്ളാഹു പറഞ്ഞത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ജീവിതത്തിൽ പകർത്തിയ സത്യവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയ സ്വർഗം എന്തിനാ ഞങ്ങൾ കരിച്ചു കളയുന്നത്? എന്തിനാ ഞങ്ങൾ നരകത്തെ കെടുത്തിക്കളയുന്ന? അള്ളാഹുവിന്റെ ദീനിനെ ധിക്കരിക്കുന്ന ധിക്കാരികൾക്ക് അള്ളാഹു തആല തയ്യാറാക്കിയ നരകമല്ലേ? ആ നരകം എന്തിനാ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്? മഹദിയായ നഫീസത്തുൽ മിസ്രിയ വെള്ളം ഞാൻ ഇടക്കിടക്ക് കുടിക്കും. കാരണം എന്നോട് ഡോക്ടർ 1 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. സൗണ്ടിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് ഞാൻ ഉസ്താദ് വിളിക്കുമ്പോൾ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഒന്നും കൂടി കരിഞ്ഞു നെയ്യാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി സൗണ്ട് കിട്ടും, അള്ളാഹ് എനിക്ക് ബർക്കത്ത് നല്ലോണം തരട്ടെ. ഇപ്പൊ തിരക്കേടൊന്നുമില്ല, ഒന്നും കൂടി ആ ഡിലങ്ങൾ കയറ്റിയാലേ ഓൻ കേൾക്കേണ്ടത്. അപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി കേട്ടപ്പോ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു, എന്തിനാണ് നഫീസ അതിന് നിൽക്കുന്നത്? ഇത് രണ്ടും അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾക്ക് ധിക്കരിച്ച ആളുകൾക്ക് നരകവും വഴിപ്പെട്ട ആളുകൾക്ക് സ്വർഗവും തയ്യാറാക്കിയതല്ലേ, നിങ്ങളായിട്ടത് നശിപ്പിക്കേണ്ടതുണ്ടോ എന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ അത്ര വേണ്ടവന് കുറച്ചണം. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങളോട് പറയുന്നു, അതേ റബ്ബ് തആലയുടെ സൃഷ്ടിജാലങ്ങൾ മനുഷ്യവിഭാഗം റബ്ബിനെ ആരാധിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനല്ലല്ലോ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആരും ആരാധിക്കുന്നില്ല. ആരാധനകളെ കൊണ്ടുള്ള ആഗ്രഹം അവർക്ക് സ്വർഗമായി പോയി. ആരാധനകളെ കൊണ്ടുള്ള താൽപര്യം നരകത്തിൽ നിന്നുള്ള കാവലായി പോയി. ഇങ്ങനെ 2 സൃഷ്ടികളെ നമ്മൾ ഭയപ്പെടുന്നത് എന്തിനാണ്? അതേ നരകം എനിക്ക് വിഷയമല്ല. ഓ എന്റെ മുഅ്മിനീകളെ, നരകം നമുക്ക് വിഷയമല്ല എങ്കിലും അത് മഹാന്മാരായ സൂഫിയാക്കളെ ചിന്തയാണ്. ഫമാ മഖ്സൂദുഹും ജന്നാതു ആദിനി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമാ. അല്ലാഹുവിന്റെ സൂഫിയാക്കളെ ആരാധനയുടെ താൽപര്യം സ്വർഗമായിരുന്നില്ല, സ്വർഗലോകത്ത് അല്ലാഹു തആല കൊടുക്കുന്ന ഹൂർലിങ്ങളായിരുന്നില്ല, അവിടെ പടച്ച റബ്ബ് കൊടുത്തിരുന്ന സ്വർണത്തിന്റെ ടെണ്ടുകളായിരുന്നില്ല, സ്വർണത്തിലുള്ള കൊട്ടാരങ്ങൾ ഔലിയാക്കളെ ചിന്തയല്ല. നേരെ മറിച്ച് മഹാന്മാരായ സൂഫിയാക്കളുടെയും അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയോ ആരാധനയുടെ താൽപര്യ അല്ലാഹു തആലയുടെ തൃപ്തിയായിരുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ തൃപ്തിക്ക് കാരണമായ നല്ല ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓ എന്റെ ഉമ്മ, നരകത്തെ പേടിക്കണ്ട എന്നല്ല, സ്വർഗത്തെ റബ്ബിനോട് ചോദിക്കണ്ട എന്നല്ല. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേടിക്കാൻ പറഞ്ഞതാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്തർതുകുമുൻ നാറോ
നിങ്ങളെ ഞാൻ താക്കീത് ചെയ്യുന്നു. അതേ നരകത്തിന്റെ ഭീകരതയെ മനസ്സിലാക്കി തന്നു മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, അൻദർതുകുമുന്നാർ അൻദർതുകുമുന്നാർ, നരകത്തിന്റെ ഭീകരത ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി, നിങ്ങളെ ഞാൻ താക്കീത് ചെയ്യുന്നു. ഒരു തവണയല്ല, ഒന്നിലേറെ തവണ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുന്നു സ്വഹാബത്തെ കിറാമിനോട്, ഹത്താ ലൗ കാന റജുലുൻ ബി അഖസസൂകി ലസമിഅഹു വസമിഅ അഹ്ലു സൂകി സൗതഹു വഹുവ അലൽ മിമ്പരി. മദീനത്തെ പള്ളിക്കകത്തുള്ള മിമ്പറക്ക് മുകളിൽ വെച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറയുമ്പോ മദീനയുടെ പട്ടണത്തിന്റെ ഒരു തലക്കലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകൾ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കനം കൂട്ടിയുള്ള വർത്തമാനം കേട്ടുപോയി. അൻദർതുകുമുന്നാറ, നരകത്തെ ഞാൻ ഭയപ്പെടുത്തി അറിയിക്കുവോ, അതുകൊണ്ട് തന്നെ വഹ്ദറൂ വഖാഫൂ മാ ഖവ്വഫകുമുല്ലാഹു ബിഹി മിൻ അദാബിഹി വഇഖാബിഹി വമിൻ ജഹന്നം. അല്ലാഹു തആല നിങ്ങളെ ഭയപ്പെടുത്തിയ റബ്ബിന്റെ ശിക്ഷയുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകമുണ്ടല്ലോ, അല്ലാഹു തആല മഹ്ശറയിൽ ഉണ്ടാക്കി വെച്ച ഭീകരമായ അവസ്ഥകളുണ്ടല്ലോ, ഖബറിലേക്ക് ചെന്നാ നിങ്ങൾക്ക് അനുഭവിക്കേണ്ട അവസ്ഥകളുണ്ടല്ലോ. ഏതെല്ലാം കാര്യങ്ങളാണോ റബ്ബ് തആല നിങ്ങളെ ഭയപ്പെടുത്തിയത്, ആ മുഴുവൻ കാര്യങ്ങളും വഹ്ദറൂ വഖാഫൂ മാ ഖവ്വഫകുമുല്ലാഹ്, അല്ലാഹു തആല ഭയപ്പെടുത്തിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഭയപ്പെട്ടോളണോ, എന്നിട്ട് അതിൽ നിന്നെല്ലാം നിങ്ങൾ കാവൽ ചോദിച്ചോളണോ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഓ എന്റെ ഉമ്മ, നബിതങ്ങളെ പഠിപ്പിക്കാഞ്ഞിട്ടല്ലല്ലോ, ഓ എന്റെ പൊന്നുമോനെ, നരകത്തിന്റെ ഭീകരത ഹബീബ് വരച്ചു കാണിക്കാഞ്ഞത് കൊണ്ടല്ലല്ലോ. പക്ഷേ നമ്മൾ പല ആളുകളും അത് പഠിക്കാൻ മടി കാണിച്ചു പോയി. നരകത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, നരകത്തിന്റെ ഭീകരത മനസ്സിലാക്കി കഴിഞ്ഞാൽ, നരകത്തിൽ പടച്ച റബ്ബ് നിക്ഷേപിച്ചുണ്ടാക്കിയ അതേ സത്യനിഷേധികൾക്ക് തയ്യാറാക്കിയ ശിക്ഷകൾ മനസ്സിലാക്കിയാൽ ഒരു കാലത്തും മദ്യപിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, മയക്കുമരുന്നിന്റെ അടിമകളാകാൻ കഴിയില്ല, അന്യപെണ്ണിനെ കമന്റ് അടിക്കാൻ കഴിയില്ല, അന്യപുരുഷന്റെ മെസ്സേജിന് മറുപടി കൊടുക്കാൻ കഴിയില്ല. ഈ ഒരു ചിന്തയില്ലാത്തത് കൊണ്ട് നമ്മൾ വഴിതെറ്റിപ്പോവുകയാ. അത് തന്നെയല്ലേ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഇന്നലെ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബികളാ കൂട്ടത്തിലുണ്ട്, അതിരാവിലെ ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബികളാ കൂട്ടത്തിലുണ്ട്. അവർക്കിടയിലേക്ക് നബി തങ്ങൾ ചെല്ലുമ്പോ ചില സ്വഹാബികളതാ ചിരിക്കുന്നത് റസൂലുള്ള കാണുകയാ. ആ ചിരി കണ്ട നേരത്തെ നബി തങ്ങൾ പറഞ്ഞു, വേണ്ട സ്വഹാബ, നിങ്ങൾ കൂടുതൽ ചിരിക്കാൻ പാടില്ല, നിങ്ങൾ കൂടുതൽ ആഹ്ലാദിക്കാൻ പാടില്ല, നിങ്ങൾ അതിരുവിടാൻ പാടില്ല, ഏത് വിഷയത്തിലായാലും അതിരുവിട്ടുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല. കാരണമെന്തേ? നിങ്ങൾ ചിരിക്കാനുള്ള കാരണോ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മറന്നതുകൊണ്ടാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ആലോചിക്കാത്തതുകൊണ്ടാ, മഹ്ശറയാകുന്ന ഭൂമിയെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാ, അതിനുശേഷമുള്ള നരകത്തെക്കുറിച്ചുള്ള വിചാരമില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ട് സ്വഹാബാ, വേണ്ട കേട്ടോ, നിങ്ങളെ മനതലങ്ങളിലേക്ക് ഈമാൻ കടന്നു വരണമെങ്കിലോ, തെറ്റായ ശൈലിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെങ്കിലോ, ധിക്കാരത്തിൽ നിന്ന് മാറി നിന്ന് നല്ലവരായി ജീവിക്കാൻ നിങ്ങൾക്ക് തോന്നണമെങ്കിലോ, മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചോ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചോളൂ. മുഹമ്മദുർ റസൂലുള്ളാഹി
മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെയെല്ലാം നീ നന്നാക്കി തരണേ റഹ്മാനെ. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിബിതങ്ങൾ പഠിപ്പിക്കാഞ്ഞിട്ടല്ല, നിബിതങ്ങൾ ഒന്നും നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുമല്ല. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം. നബിതങ്ങൾ പറഞ്ഞു, എന്റെയും എന്റെ സമുദായത്തിന്റെയും ഉപമ, എന്റെയും എന്റെ സമുദായത്തിന്റെയും ഉദാഹരണം കമസലി റജുലിനി ഇസ്തൗഖദ നാറാ. ഒരു തീ മുമ്പിൽ കത്തിച്ചു വെച്ച ചെറുപ്പക്കാരൻ, ഒരു പുരുഷനെ പോലെയാണ് ഞാനും എന്റെ സമുദായവുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. സ്വന്തം മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു, എന്നിട്ട് ആ വിളക്കിന്റെ മുമ്പിലിരിക്കുന്ന ഒരു മനുഷ്യന് ഇത് കത്തിച്ചു വെച്ചപ്പോൾ ഈ തീക്കടലിന്റെ അടുക്കലേക്ക് കത്തിയാളുന്ന തീയിന്റെ മുമ്പിലേക്ക് അവിടെയുള്ള പ്രാണികളും ജന്തുക്കളെല്ലാം അതേ പാറി വന്ന് ഈ തീയിലേക്ക് വീഴുകയാണ്. അവരാ തീയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഈ ഇരിക്കുന്ന മനുഷ്യനാണെങ്കിൽ വരുന്ന പാറ്റയെ തട്ടി നീക്കുന്നു. കൊതുക് വന്നാൽ ആ കൊതുകിനെ തട്ടി നീക്കുന്നു. പ്രാണികൾ വന്ന അതിൽ നിന്ന് തട്ടി നീക്കുന്നു. ഇതിലേക്ക് വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് വരരുക എന്ന് സൂചിപ്പിക്കാനും മനസ്സിലാക്കാനും ഈ മനുഷ്യൻ തീയിൽ നിന്ന് കാവല് ലഭിക്കാൻ വേണ്ടി അവരെ തട്ടി നീക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ പോലെയാണ് ഞാനെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്റെയും എന്റെ സമുദായത്തിന്റെയും ഉപമ ഇതാണ്. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്? ഫദാലിക മസലി വ മസലുക്കും. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഇതാണ്. അന ആഖിദും ബിഹുജസികും അനിന്നാർ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് സൗണ്ട് കൂട്ടാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പറയുന്നു, അന ആഖിദും ബിഹുജസികും അനിന്നാർ. നിങ്ങൾ നരകത്തിൽ വീഴുന്ന പ്രവണതകൾ ചെയ്യുമ്പോ നരകത്തിൽ വീഴാതിരിക്കാൻ നിങ്ങളെ ഊരക്കെട്ട് പിടിക്കുന്നവനാണ് ഞാൻ. എന്നിട്ട് ഞാൻ പറയുന്നു, ഹലുമ്മ അനിന്നാർ, ഹലുമ്മ അനിന്നാർ. നരകത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, നരകത്തിലേക്ക് വീഴാൻ പാടില്ല. നരകത്തിന്റെ തീനാളങ്ങൾ നിങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് വീഴരുത് കേട്ടോ എന്ന് എന്റെ സമുദായം ജീവിച്ചിരിക്കുന്നവര് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ സമുദായത്തിന്റെയും ഊരക്കെട്ട് പിടിച്ച് ഞാനാ നരകത്തിൽ നിന്ന് പിടിച്ചു വലിക്കുന്നുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉമ്മ, നരകത്തിൽ കടക്കാതിരിക്കാനാ നബിതങ്ങൾ നമ്മോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞത്. ഓ എന്റെ പൊന്നുമോനെ, നിങ്ങളോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞത്. ഓ എന്റെ രക്ഷിതാക്കളെ, നാവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ചെയ്യരുതെന്ന് റസൂലുള്ള പറഞ്ഞ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ? ഹലുമ്മ അനിന്നാർ. നരകത്തിലേക്ക് വീഴുന്നതിൽ നിന്ന് കാവല് ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ ഊരക്കെട്ട് പിടിച്ചുകൊണ്ട് അള്ളാന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ വത്തകുന്നാറല്ലതീ ഉഇദ്ദത ലിൽ കാഫിരീൻ. സൂറത്ത് ആൽ ഇംറാനിന്റെ 131-ാമത്തെ ആയത്തില് യജമാനനായ റബ്ബ് തആല പറയുകയാണ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന സത്യനിഷേധികൾക്ക് പ്രധാനമായി തയ്യാറാക്കിയ നരകത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചോളൂ, കടന്നു പോകല്ല.
നരകത്തിലേക്ക് നിങ്ങൾ എത്തരുത്, നിങ്ങൾ സൂക്ഷിച്ചോടോ. ഓ എന്റെ ഉമ്മ, ആലോചിക്കാൻ വേണ്ടി മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നത് നോക്ക്. ഖാല അബുൽ ജൗസാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബുൽ ജൗസാ തങ്ങൾ പറയുകയാണ്, ലൗ വല്ലൈതു അംറന്നാസി മിൻ അംറിന്നാസി ശൈആ, ജനങ്ങളോടുള്ള അധികാരം എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഞാൻ ജനങ്ങളെ അധികാരിയായിട്ട് വരികയാണെങ്കിൽ, ലൗ വല്ലൈതു മിൻ അംറിന്നാസി ശൈആ, ജനങ്ങൾക്ക് അധികാരസ്ഥനായി ഞാൻ നിലയുറപ്പിക്കുകയാണെങ്കിൽ, എനിക്ക് ജനങ്ങളെ ഭരണാധികാരം കിട്ടിക്കഴിഞ്ഞാൽ, ഇത്തഖത്തു മിനാറൻ അലാ ത്വരീഖ്, വഴിമധ്യേ ഞാൻ മുനാരങ്ങളെ സ്ഥാപിക്കുന്നതാ, വലിയ വലിയ സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതാണ്. എന്നിട്ടോ വഅഖംതു അലൈഹാ റിജാലൻ യുനാദൂന ഫിന്നാസ് അന്നാറ അന്നാർ, ആ മുനാരങ്ങൾക്കിടയിൽ ജനങ്ങളെ ഞാൻ ശമ്പളം കൊടുത്തു നിർത്തോ, ഓരോ ആളുകളെ ഞാൻ നിർത്തോ. എന്താണ് ആ ഭടന്മാർക്കുള്ള ജോലിയെന്നോ, അവർക്ക് എന്തിനാ പ്രതിഫലം കൊടുക്കുന്നതെന്നോ, യുനാദൂന ഫിന്നാസി അന്നാറ അന്നാർ, ജനങ്ങളോട് വിളിച്ചു പറയലാണ് അവർക്കുള്ള ഡ്യൂട്ടി. നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോടുക, നരകത്തെ നിങ്ങൾ ഭയപ്പെട്ടോടുക, നരകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചോടുക. സദാസമയം നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കാൻ ഒരു വിഭാഗം ഭടന്മാരെ മിനാരത്തിന്റെ മുകളിൽ ഞാൻ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബുൽ ജൗസാ റളിയല്ലാഹു അൻഹു ഈ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ഗൗരവം അറിയിക്കല് നോക്ക്. ഇല്ല ഇല്ല, നിങ്ങൾക്കറിയോ, ഹറം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അദ്ദേഹം രാത്രിയായാൽ കിടന്നുറങ്ങാറില്ല. ഹറം ഇബ്നു ഹയ്യാൻ തങ്ങൾ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഇറങ്ങുകയാണ്, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുടെ അടുക്കലേക്ക് എത്തുകയാണ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ സവിധത്ത് ചെല്ലുകയാണ്, അദ്ദേഹത്തിന്റെ നാട്ടുകാരെ പോയി ഉണർത്തുകയാണ്. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഹറം ഇബ്നു ഹയ്യാൻ തങ്ങൾ വിളിച്ചു പറയുന്നത്, അജിബ്തു മിനൽ ജന്നതി കൈഫ നാമ ത്വാലിബുഹാ, സ്വർഗമാകുന്ന അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്ന ആളുകൾ എങ്ങനെ കിടന്നുറങ്ങാനാ, കൈഫ നാമ ത്വാലിബുഹാ, നരകതേ സ്വർഗത്തിനെ പ്രതീക്ഷിക്കുന്ന ആളുകള്, സ്വർഗം ചോദിക്കുന്ന ആളുകള്, സ്വർഗത്തിൽ കടക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകള് എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? വഅജിബ്തു മിനന്നാരി കൈഫ നാമ ഹാരിബുഹാ, നരകം ഭയപ്പെട്ടുകൊണ്ട് ഓടി ഒളിക്കുന്ന ആളുകൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നു? നരകത്തെ ആലോചിച്ചാൽ ഉറക്ക് വരുമോ? സുബഹിക്ക് ശേഷമുള്ള ഉറക്കിനെ കുറിച്ചല്ല ഈ പറയുന്നത്, സുബഹിന്റെ നേരത്ത് കിടന്നുറങ്ങുന്ന കാര്യമല്ല ഈ പറയുന്നത്. അതിനു മുമ്പ് നട്ടപ്പാതിര നേരത്ത് ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് അല്ലാഹു തആല അനുവദിച്ച നമ്മുടെ ഉറക്കുണ്ടല്ലോ, ആ ഉറക്ക് കാണുമ്പോൾ പോലോ മഹാനായ ഹറം ഇബ്നു ഹയ്യാൻ തങ്ങൾ വിളിച്ചു പറയുകയാണ്, അജിബ്തു മിനന്നാരി കൈഫ നാമ ഹാരിബുഹാ, നരകത്തെ ഭയപ്പെടുന്ന ആളുകൾ കിടന്നുറങ്ങുന്നത് എങ്ങനെയാ? ഓ എന്റെ ചെറുപ്പക്കാരാ, രാത്രി 2 മണിയും 3 മണിയും വരെ നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കളിച്ച് സുബ്ഹാനല്ലാഹ് നെറ്റിലേക്ക് കയറി വാട്സപ്പിൽ ചാറ്റിംഗും നടത്തി നിന്റെ ഉറക്ക് മുഴുവനും നഷ്ടപ്പെടുത്തി സുബഹിന്റെ നേരോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന നിന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയോ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ വന്ന സകലമാന തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അനുവദനീയമായ ഉറക്കിന്റെ കാര്യമല്ല, അനുവദനീയമല്ലാത്ത ഉറക്ക് ഏതായാലും പാടില്ല. സുബഹിന്റെ നേരത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങൽ ഹറാമാണ്. മാത്രല്ല ചില സമയത്ത് സുബഹിക്ക് ശേഷം പരമാവധി ഉറക്കൊഴിവാക്കലാണ് നല്ലത്. അത് വെള്ളിയാഴ്ച അല്ലെങ്ങാണ് മുത്താലിമിങ്ങൾ നമ്മൾ ഉറങ്ങാൻ നിൽക്കണ്ട. ഞാൻ ആദ്യമൊക്കെ ഉറങ്ങിയിന്, പിന്നെ കൊല്ലം ജില്ലയിൽ ഒരു ദർസിൽ പോയപ്പോ പിന്നെ ആ ഉറക്കിയാൻ നിർത്തി.
ഞാൻ ആരും കാണാതെ മേലെ പോയി കിടന്നു. ഒരൊറ്റ ഉസ്താവ് വന്ന് പിടിച്ചു, ഒന്നര അടി കിട്ടിയത്. ഒരു 3 അടി കിട്ടിയതിനു ശേഷം പിന്നെ ആ ഉറക്കട് പോയി. ഇനി ഈ നേരം വരെ സുബൈക്ക് ശേഷം എനിക്ക് ഉറക്കി വരലില്ല. എത്ര രാത്രി പോയി കിടന്നുറങ്ങിയാലും നേരം വൈകിയാലും അങ്ങനെ തന്നെ. അള്ളാഹു നമ്മളെ ഉസ്താമാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാൻ നിർത്തും. നിങ്ങളെ മൈക്കൊക്കെ തീരെ സൗണ്ട് ഇല്ല ഇങ്ങോട്ട്. അവിടെ എങ്ങനെ ക്ലിയറാ? അന്നപ്പെടുത്ത കുഴപ്പമാണ്. എന്നിട്ടാണ്ട് ഓഫാക്കിയാലും നമ്മള് ബാക്കി ഉസ്താവാർ ഇന്നലെയും മിഞ്ഞാനൊക്കെ ഇവിടെ വയറു പറഞ്ഞു. ഒരു കുഴപ്പവും മൈക്കൊക്കെ ആരും പറഞ്ഞിട്ടില്ല. ഇയാൾ എവിടുന്നായി കയറി വരുന്നു? നമ്മളൊക്കെ പഴയ ഉസ്താവന്മാരെ വയസ്സുണ്ട് ഉസ്താനെ. അള്ളാഹു തആല ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ഇർഫാൻ ഉസ്താദ് പറഞ്ഞ സിൽവർ ജൂബിലി ആഘോഷിക്കാനായിക്കണേ. 23-24 വയസ്സായി. അല്ല വയസ്സല്ല, സോറി, കൊല്ലായി ഇവിടെ. പിന്നെന്ന് പറഞ്ഞാല് നേരെ കണ്ടല്ലേ 10 വയസ്സായി നിങ്ങൾ ആരും വിചാരിച്ചിട്ടുണ്ടാക്ക. ഓമന നേരെയാണ്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വയസ്സ് കൂടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പൊതുവെ ആരും താല്പര്യപ്പെടൂല. പ്രത്യേകിച്ച് പെണ്ണുങ്ങന്മാരോട് വയസ്സ് കൂടിയെന്ന് പറഞ്ഞാൽ സംഭാവന തന്നെ തരൂലോ. അപ്പൊ ഞാൻ ഇതിന്റെ അടുക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു വയലേറ്റ് കോഴിക്കോടെത്തിയപ്പോ വണ്ടിന്റെ ടയറങ്ങ് പൊട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി വയത് പറയണമെങ്കിൽ ബസ്സിന് പോണോ. ബസ്സിൽ പോയി കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് നമ്മളുണ്ടല്ലോ ബസ് നിർത്തിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ജനൽ കൂടെ സീറ്റ് ബുക്ക് ചെയ്യൂലേ? ഇല്ല റാഫിയ, സീറ്റ് ബുക്ക് ചെയ്യലുണ്ടല്ലോ. ഞാൻ പിന്നെ ബുക്ക് ചെയ്യാനൊന്നും നിന്നില്ല. ഈ കന്തൂരൊക്കെ കണ്ടപ്പോൾ ആൾക്കാർക്ക് തോന്നി എന്തോ ഒരു ബർക്കത്തുള്ള മനുഷ്യനാണ്. അങ്ങനെ എന്നെ ഇവിടെ പിടിച്ചിരുത്തി. ഞാനവിടെ പോയി ഇരുന്നപ്പോ അതിന്റെ അപ്പുറത്തുണ്ട് ഒരു സീറ്റ്, ഒരൊറ്റ സീറ്റ്, 2 പെണ്ണുങ്ങൾ, 2 ഇരുന്നിട്ടില്ല. ഭയങ്കര തർക്കം. അതിൽ ഒരു പെണ്ണ് പറഞ്ഞാൽ അത് എന്റെ സീറ്റാണ്. വേറെ പെണ്ണ് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ആദ്യം വന്നിരുന്നത്, അത് എന്റെ സീറ്റാണ്. അതിൽ മറ്റോള് പറഞ്ഞ എങ്ങനെ എന്റെ സീറ്റാവല്? ഞാൻ ആ ബസ്സിന്റെ ഉള്ളിൽ കൂടെ എടുത്തുങ്ങാണ്ട് ഒരു ടവലിന്റെ ഉള്ളിട്ടുങ്ങാണ്ട് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന. അപ്പൊ മറ്റേ കൊണ്ടാണ് എന്താ പിന്നെ എനിക്കൊരു ഡാർപ്പായ കൊണ്ട് നിങ്ങൾ ബസ്സിന്റെ മേലണ്ട് ഇട്ടൂടെ. ബസ്സൊക്കെ ഉണ്ടാക്കാരെന്നാണ്. വില ഭയങ്കര തർക്കം. ഞാൻ പിന്നെ അതിനൊന്നും പോയില്ല. ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ, കാരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂല്യരെന്താ പിന്നെ നിങ്ങളാണ് നീച്ചെന്നുള്ളി പറഞ്ഞാൽ പിന്നെ നമുക്ക് പണിയാവും. ഞാനതിക്കൊന്നും നോക്കിയില്ല. ബസ് കണ്ടക്ടറെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇതിനൊരു തീരുമാനമാക്കി. ഉസ്താദ് ഒന്നും അറിയാണ്ട്, ഉസ്താദ് ധൈര്യത്തിൽ കണ്ണു കൂട്ടിക്കോളി, നമുക്ക് നല്ല റാഹത്തായിട്ട് ഉറങ്ങാൻ. ഞാൻ കണ്ണുകൂട്ടിയാണ് തുറന്നു. കുറച്ച് കഴിഞ്ഞപ്പോ വടകരെത്തിയപ്പോ ഈ സീറ്റ് കാലി തന്നെ 2 പെണ്ണുങ്ങൾ നിർത്തുക. 2 ഇരുന്നിട്ടില്ല. സീറ്റ് അവിടെ ബാക്കി. അപ്പൊ ഞാൻ കണ്ടക്ടറോട് വെച്ച്, അല്ല മോനെ എന്തപ്പോ ഐഡിയ എടുത്തു വെച്ച്. അത് ഉസ്താദെ അതൊക്കെ നല്ലൊരു ഐഡിയ ഞാൻ കൊടുത്തേക്കണം. എന്നാലും ചെന്ന് പറഞ്ഞോണ്ട് ഞമ്മക്ക് കൊടുക്കാലോ ഐഡിയ. ആ ഐഡിയ നമുക്കൊന്ന് പറഞ്ഞോണ്ട. അതിൽ പോകാൻ പറഞ്ഞ എന്താ നിങ്ങള്, ഞാൻ ആ 2 പെണ്ണുങ്ങളോടും പറഞ്ഞ് നിങ്ങൾ മൂത്ത ആളാരാണോ ഓല് ഇവിടെ ഇരുന്നോളി. നിങ്ങളിൽ വയസ്സ് കൂടിയ ആളാരാച്ചാല് ഓലോ അതാണല്ലോ ബഹുമാനം. പ്രായം കൂടിയ ആൾക്കാർക്ക് നിങ്ങൾ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഇതാണ് പറഞ്ഞപ്പോ 2 ഇരുന്നില്ല. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ വയസ്സ് കൂടുമല്ലോ. അപ്പൊ ഒരു 2 ഇരുന്നില്ലാണ്. ആയിക്കോട്ടെ. പിന്നെന്തായാലും ഞാൻ വടകരെത്തിയപ്പോ 2 ഇറങ്ങി. ആയിക്കോട്ടെ. അപ്പൊ ഈ വയസ്സ് കൂട്ടാറിന പൊതുവെ പെണ്ണുങ്ങന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മളമ്മമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ അള്ളാഹു പൂർണ്ണമായ ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ വേഗം നിർത്തും. മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിയ അഫഅമിന അഹ്ലിൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ഹറം ഇബ്നു ഹയ്യാൻ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ അഅറാഫിന്റെ 79ാമത്തെ ആയത്തോടിയിട്ട് ആ സമുദായത്തോട് പറയുകയാണ്, രാത്രി കിടന്നുറങ്ങുന്ന മനുഷ്യ, നരകത്തെ ആലോചിച്ചാ നിനക്ക് ഉറക്കു വരുമോ? അതേ സ്വർഗത്തിനെ ആലോചിച്ച്
അതിനാഗ്രഹിക്കുന്ന മനുഷ്യ, നിനക്ക് കിടന്നുറങ്ങാൻ വരുമോ? ഉറക്കിന്റെ മാത്രമല്ല, നമ്മുടെ സമയങ്ങൾ മുഴുവനും നരകത്തെ ആലോചിച്ചോളണം. അതല്ലേ യഥാർത്ഥ സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്? الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളാരാണ്? അവര് കിടന്നുറങ്ങുമ്പോഴോ, അവര് ഇരിക്കുമ്പോഴോ, അവര് നിൽക്കുമ്പോഴോ, അവര് നടക്കുമ്പോഴോ, അവരുടെ ഓരോ ചലനവോ നിശ്ചലനവോ അവർ റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്, ആകാശത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്, ഭൂമിയെക്കുറിച്ച് ആലോചിക്കുകയാണ്, ഇവിടെയുള്ള മഹാത്ഭുതങ്ങൾ ആലോചിക്കുകയാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ. റബ്ബേ, ഈ ഭൂമി നീ വെറുതെ പടച്ചതല്ലല്ലോ, ഞങ്ങളെ കടൽ തിരമാലകൾ വെറുതെ പടച്ചതല്ലല്ലോ, ഞങ്ങളെ ഭൂമി വെറുതെ പടച്ചതല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് തരണേ അല്ലാഹ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലന്നാർ ഫഖദ് അഖ്സൈതഹു വമാ ലിൽളാലിമീന മിൻ അൻസാർ. മഹാന്മാരായ സ്വാലിഹീങ്ങളെ ദുആണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ നരകത്തിലിട്ട് കരിച്ചു കളയരുത്. നീ ആരെങ്കിലും നരകത്തിൽ കടത്തിയാൽ ഫഖദ് അഖ്സൈതഹു, നീ അവനെ അപമാനിച്ചവനാണ്. നരകത്തിൽ കടന്ന അക്രമികൾക്ക് ഒരു സഹായിയും ആഖിറത്തിൽ ഉണ്ടാവുകയില്ല. ഓ എന്റെ മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളായ ഔലിയാക്കളോ, ആ ഔലിയാക്കൾക്ക് ഭയമായിരുന്നില്ലയോ? അല്ലാഹുവിന്റെ ഹബീബിന് പോലും പേടിയായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് പേടിയായിരുന്നു. ആ ഉമർ തങ്ങളെ വാക്കി നിങ്ങൾ നോക്ക്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ലൗ നാദാ മുനാദിൻ മിനസ് സമാ അയ്യു അന്നാസ് ഇന്നകും ദാഖിലൂനൽ ജന്നത കുല്ലുകും ഇല്ലാ റജുലൻ വാഹിദാ ലഖിഫ്തു അൻ അകൂന അന ഹുവാ. മഹാനായ ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നു, വാനലോകത്തുനിന്ന് വിളിച്ചു പറയുകയാണ്, ലൗ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു വിളിയാളം വിളിച്ചു പറയുന്നു, ഒരാൾ വിളിച്ചു പറയുന്നു, അയ്യുഹന്നാസ് ഇന്നകും ദാഖിലൂനൽ ജന്ന, നിങ്ങളെല്ലാവരും ഒരാളല്ലാത്ത മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞാൽ, ഒരാൾ മാത്രം സ്വർഗത്തിൽ കടക്കേണ്ട, അയാൾ നരകത്തിലാവട്ടെ, ബാക്കിയുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നു, ലഖിഫ്തു അൻ അകൂന അന ഹുവാ, ആ നരകത്തിൽ കടക്കുന്ന ഒരുത്തൻ ഞാനാകുമോ എന്നെനിക്ക് ഭയമാണ്, നരകത്തിലേക്ക് ഞാൻ കടക്കുമോ എന്ന് പേടിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ 5 വക്ത് നിസ്കാരത്തിലും നമ്മോട് റസൂലുള്ള ദുആ ഇരക്കാൻ പറഞ്ഞതെന്നാ, اللهم إني أعوذ بك من عذاب القبر ومن عذاب النار. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് വേണോ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് കാവല് വേണോ. നിന്നോട് ഞങ്ങളെ കാവല് ചോദിക്കുകയാണ് റബ്ബേ. ഒരു തവണയല്ല, സർവ്വ നിസ്കാരങ്ങളിലും യജമാനനായ റബ്ബ് തആലയോട് ചോദിക്കാൻ പറഞ്ഞതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവല് തരണേ അല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവിടുത്തെ പ്രാർത്ഥനയിൽ സദാസമയം ദുആയിരക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹർരി ജഹന്നമ, നരകത്തിന്റെ ചൂടിൽ നിന്ന് യജമാനായ റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അല്ലാഹ്.
മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നരകത്തിന്റെ ചൂടിൽ നിന്ന് കാവല് ചോദിക്കുകയാണ്. ഇനിയോ നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട മികായിൽ അലൈഹിസ്സലാം, മികായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കാറുണ്ടായിരുന്നില്ല. മികായിൽ ചിരിക്കാറില്ല. മികായിലിന്റെ ചിരി ഇല്ലാതെയാവാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീകായിലിനെ കണ്ടപ്പോൾ മീകായിൽ ചിരിക്കുന്നില്ല, കരച്ചിൽ തന്നെയാ മീകായിലിന്. ആ കരച്ചിൽ കണ്ട നേരം മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാലി ലം അറ മീകായിൽ ലാഹികൻ ഖത്തു. ഓ ജിബ്രീലേ, എന്തുകൊണ്ടാണ് മീകായിൽ ചിരിക്കാതെ എപ്പോഴും കരയുന്നത്, ചിരിക്കുന്നത് മീകായിലിന്റെ ചിരി ഞാൻ കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാ മീകായിൽ ചിരിക്കാതിരിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ജിബ്രീലിന്റെ മറുപടി എന്താണ്? മാ ലഹിക മീകായിലു മുൻദു ഖുലികത്തിന്നാർ. ഓ നബിയേ, നരകത്തെ പടച്ചതിനു ശേഷം അന്നു മുതൽ ബഹുമാനപ്പെട്ട മീകായിൽ ചിരിച്ചിട്ടില്ല നബിയേ. കാരണം മീകായിൽ അതിന്റെ ഭീകരത മനസ്സിലാക്കിയവരാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് മജ്‌ലിസുകളിൽ പങ്കെടുത്താലും, ഏത് മീറ്റിങ്ങുകളിൽ നിങ്ങൾ കൂടിയാലും, ഏത് ഉറൂസുകളിൽ നിങ്ങൾ വന്നു ചേർന്നാലും, ആ രണ്ട് മഹത്തായ കാര്യങ്ങൾ സ്വർഗത്തെയും നരകത്തെയും നിങ്ങൾ മറക്കാൻ പാടില്ല. ലാ തൻസൗൽ അളീമത്തൈൻ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹബീബായ നബി തങ്ങളുടെ ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തൻസൗ അൽ അളീമത്തൈൻ. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഏതാണ് ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നോ? സ്വഹാബത്ത് ചോദിച്ചു, വമൽ അളീമത്താനി. നബിയേ, ഏതാണ് ആ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജന്നത്തു വന്നാർ. അതേ, സ്വർഗവും നരകവുമാണ്. നിങ്ങളെ ഉറൂസിന്റെ പരിപാടി വെച്ചാലോ, നിങ്ങളെ മതപ്രഭാഷണ സമ്മേളനം വെച്ചാലോ, എവിടെ വെച്ച് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാലോ, നരകത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചോളണോ, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചോളണോ? മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ എന്റെ മുഅ്മിനുകളെ, ഞാൻ നിർത്തുന്നു, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നമുക്കൊരുപാട് ഇബാദത്ത് എടുക്കേണ്ടവരാണ്. നാളെ നമുക്ക് നോമ്പനുഷ്ഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് നിർത്തണോ? ഉമ്മമാർക്ക് വീട്ടിൽ പോയി അത്താഴം ശരിയാക്കണോ? അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. നിങ്ങൾക്കറിയോ നരകത്തിന്റെ ആഴം എത്രയാണെന്നറിയോ? നരകത്തിന്റെ വീതി എത്രയെന്നറിയോ? നരകത്തിന്റെ നീളം എത്രയെന്നറിയോ? എല്ലാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, ഒരു ദിവസം നബി തങ്ങളുടെ മുമ്പില് ഞങ്ങൾ സ്വഹാബികൾ വട്ടമിട്ടിരിക്കുന്ന നേരം പെട്ടെന്നതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, വലിയൊരു ഘോരമായ ശബ്ദം കേൾക്കുകയാണ്. ഉടനെ തന്നെ നബി തങ്ങളെ ചോദിച്ചു, ഹൽ തദറൂന മാ ഹാദാ?
ഓ എന്റെ സ്വഹാബ, ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഘോരമായ ഒരു ശബ്ദം കേട്ടില്ലേ? ആ ശബ്ദം എവിടെ നിന്ന് കേട്ടു എന്ന് നിങ്ങൾക്കറിയോ? എന്തിന്റെ ശബ്ദമാണെന്നറിയോ എന്ന് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ ആ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലോ. ഇല്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. എവിടെ നിന്നാണ് നബിയെ ഈ ശബ്ദം കേൾക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ ഉർസില ഫീ ജഹന്നമ മുൻദു 70 ഖരീഫാ. 70 കൊല്ലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന്റെ മുകൾ ഭാഗത്തിൽ നിന്ന് താഴേക്കിട്ട ശബ്ദമാണത്. ഒരു വലിയ കല്ലിന്, ഒരു പാറയെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നരകത്തിന്റെ മുകളിൽ നിന്ന് അല്ലാഹു വലിച്ചെറിയുന്നു. ആ 70 കൊല്ലം മുമ്പ് ഇട്ടുകൊടുത്ത വലിയ പാറ ഇന്തഹാ ഫീ ഖഹരി ജഹന്നമ, അത് നരകത്തിന്റെ അങ്ങേ തട്ടിലേക്ക് എത്തിയ ശബ്ദമാണത്. ഇത്രയും ആഴമാ നരകത്തിനുള്ളത്. ഞാൻ പറഞ്ഞതല്ലോ, മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉമ്മമാരെ, നിബിതങ്ങൾ പറഞ്ഞതല്ലയോ, നിഷേധിക്കാൻ നിർവാഹമില്ല. നിഷേധിക്കുന്നവന് ഇസ്ലാമിൽ സ്ഥാനവുമില്ല. സുബ്ഹാനല്ലാഹ്. ഇപ്പടുത്തൊരു ഉമ്മായിയുടെ വർത്തമാനം കേട്ടോ. അതേ ഒരു ഉമ്മായിയുടെ വർത്തമാനമാണ്. ആ ഉമ്മായിയുടെ ഭർത്താവിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഏതോ ഒരു പുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയ പെണ്ണതാ ഈ ഉമ്മാനെ നമ്പറിൽ ഭർത്താവ് വിളിച്ചു, പെണ്ണേ നീ തിരിച്ചു പോര്, എന്റെ തൊലാക്കില്ല എങ്കിൽ നിനക്ക് നരകം കിട്ടും കേട്ടോ എന്ന് പറഞ്ഞപ്പോ മുസ്ലിമത്തായ 40കാരിയായ പെണ്ണ് ആ ഉമ്മ കൊടുത്ത മറുപടി എന്താണ്? നരകക്ക് അങ്ങ് പോയിട്ടല്ലേ, ആരും ഇവിടെ പോയി വന്നവരില്ലല്ലോ. ഞാൻ ആ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, നിങ്ങളാ പെണ്ണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാണ് പറഞ്ഞത്. അല്ലാഹുവേ, ഹിദായത്ത് നൽകണേ അല്ലാ. സ്വന്തം ഭർത്താവ് എല്ലാം തികഞ്ഞ വീട്ടിൽ തന്നെ നിലയുറപ്പിച്ച ആ പെണ്ണിന്റെ കൂടെ ആ പെണ്ണിനെ സ്നേഹിച്ച് 3 മക്കളുടെ പിതാവായ ഉപ്പയും ഉമ്മയും സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോ അദ്ദേഹം ഉണ്ടാക്കിയ കോട്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി 25 വയസ്സുള്ള ഒരാളെ ഏൽപ്പിച്ചു. അങ്ങനെ 25കാരനും 40 വയസ്സുള്ള ഉമ്മയും കൂടെ പരസ്പരം ലൈനാവുക. ഈ ചങ്ങാനെ സമ്മതിക്കുമ്പോൾ 40 വയസ്സുള്ള ഈ തള്ളനൊക്കെ ലൈനാക്കിയാൻ പോയ ഓനമാണ് തച്ചുകൊല്ല. രണ്ടാളും മുസ്ലിമാട്ടോ. ആരപ്പം പോയാലും സംഭവം ഹറാമ, രണ്ടും വ്യഭിചാര. ചില ആൾക്കാർ വിചാരിച്ച് ആണും മുസ്ലിമായ പിന്നെ പെണ്ണിന് എങ്ങോട്ട് ഇറങ്ങിപ്പോകാന്ന. ഹിന്ദുക്കളായാലേ കുഴപ്പമുള്ളൂ, രണ്ടും തെറ്റ. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു അമുസ്ലിം സുഹൃത്തിന്റെ കൂടെ ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയി വാട്സപ്പിലെങ്ങാനും വാർത്ത കേട്ട എന്തെല്ലാം ഡയലോഗാ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് വരികങ്ങൾ. ഒരു ദിവസം ഇരുന്ന് വായിക്കാനുള്ള ഡയലോഗ് അതിലുണ്ടാവും. നീ നരകത്തിലാണ് പെണ്ണെ, നീ അവിടെ കണ്ണീര് കുടിപ്പിച്ച് നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല പെണ്ണ്. ഈ പെണ്ണിനാണ് കുറ്റപ്പെടുത്തി ലാസ്റ്റ് ഇപ്പോഴാണ് നരകത്തിലാക്കാൻ. ഇവന്റെ എത്ത് കണ്ടാവ് വെച്ച് മാലിക് അലൈഹിസ്സലാം എല്ലാ ഡ്യൂട്ടിയും ഇവനെ ഏൽപ്പിച്ചിന്. നമ്മളൊരു മനുഷ്യന് നരകത്തിൽ ആണ് എന്നൊരു വ്യക്തിനെ എടുത്തു പറയാൻ പാടില്ല. അത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് നരേന്ദ്രമോദി ആണെങ്കിലും ശരി. ഇത് പറയുമ്പോ ഞാൻ മോഡിന്റെ ആളാന്നിട്ട് പറയാൻ നിൽക്കണ്ട. നരേന്ദ്രമോദി ആണെങ്കിലും ശരി, ഒരാള് കാഫിറാണെന്ന് വ്യക്തമാണ്. എന്നാലും അയാള് നരകത്തിലാന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. കാരണം അയാൾ മരിക്കണ നേരത്തെ തഹ്ലീൽ ചൊല്ലി എല്ലിയിൽ ആർക്കറിയാം? കാഫിറായി മരിച്ചോ നരകത്തിൽ, ഇത്രയേ നമുക്ക് പറയാൻ പറ്റൂ.
ഒരു വ്യക്തിയെ നരകത്തിലാന്ന് പറയാൻ നമുക്ക് നിർവാഹമല്ല. ഇത് ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ പിന്നാലാണ് പോകുമ്പോഴേക്ക് ആ പെണ്ണിനെ കുറിച്ച് പിന്നെ നരകത്തിലാന്ന് പറയാൻ ഒരു മടിയില്ല. ചില ആൾക്കാർക്ക് ഉസ്താദ്മാരെന്നെ നരകത്തിലറിയാൻ ഒരു ചില ഔലിയാക്കന്മാർക്ക് മടിയില്ല. അള്ളാഹു ഔലിയാക്കന്മാർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഇതേ ബാണ്ടേ അല്ല ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളാരും നരകത്തിലാക്കണം. ഒരു വഹാബി ഒരു മുജാഹിദ് ഓ നരകത്തിലാണെന്നൊന്നും നമ്മൾ പറയണ്ട. വഹാബീസത്തിൽ പോയി കഴിഞ്ഞാൽ നരകത്തിലേക്കുള്ള മാർഗാന്ന് നമുക്ക് പറയാം. ജമാഅത്തെ ഇസ്ലാമിൽ വയന്ന് നടക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആ വയലിച്ച നരകത്ത് പോയി വയലേണ്ടി വരും എന്ന് നമുക്ക് പറയാം. തബ്ലീഗ് ജമാഅത്തിൽ പോയാലും നരകത്തിലേക്കാണ് ആ വഴി എന്ന് നമുക്ക് പറയാം. ഒരു വ്യക്തിയെ എടുത്തവൻ നരകത്തിലാണെന്ന് പറയാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. അതൊരു ഹിന്ദു ആയാലും. അപ്പൊ പിന്നെ ഒരു പെണ്ണ്, ഒരു മുസ്ലിമായ പെണ്ണ്, ഒരു മുസ്ലിമത്തായ പെണ്ണ് അന്യമതക്കാരന്റെ പിന്നാലെ ഒളിച്ചോടുമ്പോ ആ പെണ്ണിനെ കുറിച്ച് നമ്മൾ നരകത്തിലാന്ന് പറയണ്ട. അള്ളാ പെണ്ണിന് ഹിദായത്ത് കൊടുക്കട്ടെ, ദുആയിരക്കാം. ആ സ്ഥാനത്തോ ഏതെങ്കിലും ഒരു അമുസ്ലിമത്തായ പെണ്ണിനെ ഒരു മുസ്ലിം ചാടിച്ചു കൊണ്ടെന്ന ലൈക്ക് തന്നെ ലൈക്ക്, മാഷാ അല്ലാ, തബാറക്കല്ല, പൂ വിതറുക, എന്ത് മാഷാ അല്ലാ, ആർക്കാ മാഷാ അല്ലാ വേണ്ടി? ഇവിടെ മുസ്ലിമായ പെണ്ണിന്റെ ഉമ്മയും ഉപ്പിയും കരയുന്നത് പോലെ അവിടെ അമുസ്ലിമത്തായി ഈ പെണ്ണിന്റെ അമ്മയും അച്ഛനും കരയുന്നുണ്ട്. ഈ കണ്ണിന്റെ ഉപ്പുരസം തന്നെയാ അവിടെയുള്ള മാതാപിതാക്കളെ കണ്ണുനീരിന്റെ ഉപ്പുരസം. ഓല പൊരുത്തല്ലാതെ ജീവിതത്തിൽ കടന്നിട്ടൊന്നും ഒരു ഫലമില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോ ഇവർ രണ്ടാളാണ് ലൈനാകുക. ഇങ്ങോട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടുക. ഇങ്ങോട്ട് കുരുത്തക്കേട് കാട്ടുമ്പോൾ മൗനത്തിൽ കൊണ്ടുവരിക. ഇങ്ങോട്ട് ഓളാണ്ട് ഇസ്ലാം അത് സ്വീകരിക്കുക. ഇങ്ങോട്ട് പോലെ രണ്ടാൾക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെയൊന്നും കുറെ ആളെ കൊണ്ടുവരണമെന്നും നമ്മളാരും കരാറെടുത്തിട്ടൊന്നുമില്ല. ഇത്ര ആളുമാണ് ഇസ്ലാമിലേക്ക് എന്നൊരു വാശി നമുക്കില്ല. അള്ളാഹു അവിടെ പഠിക്കാൻ വന്ന മുഴുവൻ ആളുകളെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ആരൊക്കെ നമ്മളെ സഹായിച്ചോ മുഴുവൻ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനം മഹത്തായ ഒരു സ്ഥാപനം തന്നെ, നിലനിൽക്കേണ്ട സ്ഥാപനം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരേ ആൾക്കാർ വരുമ്പോഴേക്ക് വലിച്ചിട്ടേണ്ട ആവശ്യമൊന്നും എവിടെയില്ല. അള്ളാഹുവേ, ഞങ്ങളെ സമുദായത്തിന് നീ നല്ല ബുദ്ധി നൽകണേ റഹ്മാനെ. ഓ എന്റെ സഹോദരന്മാരെ, മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങൾ പറഞ്ഞു 70 കൊല്ലം മുമ്പ് വലിച്ചെറിഞ്ഞ പാറ ആ നരകത്തിന്റെ മുകൾ ഭാഗത്തുനിന്ന് വലിച്ചെറിഞ്ഞത് 70 കൊല്ലത്തിന് ശേഷം താഴെ തട്ടുന്ന ശബ്ദമാണ് ആ കേട്ടത്. അത്രയും ആഴമാണ് നരകത്തിനുള്ളത്. മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് കാവൽ നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തെ നീ കാത്തോളണേ റഹ്മാനെ. ഇനിയോ ഞാൻ നിർത്തുകയാണ്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി വല്ലർദു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമഹ വസ്സമാവാതു മത്വിയത്തുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആലാ അമ്മാ യുശ്രികൂൻ. സൂറത്തു സുമറിന്റെ 67-ാമത്തെ ആയത്തിന് നിങ്ങൾക്കറിയോ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിന്റെ ഖുർആനിലുള്ള വചനമല്ലേ. ഖിയാമത്ത് നാള് വന്നാൽ ഭൂമിയെയോ അതേ ആകാശത്തെയും ഞാൻ പപ്പടം പോലെ ചുരുട്ടിപ്പിടിക്കുകയാണ്. ആ ഭൂമിയെ ഞാൻ കൂട്ടിപ്പിടിക്കുകയാണ്, ആകാശങ്ങളെ ഞാൻ കൂട്ടിപ്പിടിക്കുകയാണ് എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യമാണ്, ഓ നബിയേ, ആകാശത്തെ കൂട്ടിപ്പിടിക്കുമ്പോ
പിടിക്കുമ്പോ അതേ ഈ ഭൂമിയെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കുമ്പോ ആ ഭൂമിക്ക് മുകളിൽ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നില്ലയോ? അവരിൽ നിന്നും മരിച്ച പല ആളുകളുമില്ലയോ? അതിലുള്ള ഒരുപാട് ശരീരങ്ങളില്ലയോ? ഫഅൈനന്നാസു യൗമഇദി യാ റസൂലല്ലാഹ്. ഈ ഭൂമിയെ ചുരുട്ടിപ്പിടിക്കുമ്പോ, ആകാശത്തെ കൂട്ടിപ്പിടിക്കുമ്പോ അന്ന് ജനങ്ങൾ എവിടെയായിരിക്കും? അവരും അതിന്റെ കൂടെ ചതഞ്ഞരിയുമോ നബിയേ? പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണ്, വൽ അർളു ഖബൽതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയ്യാതും ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. സൂറത്തു സുമറിന്റെ 67. ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു ചുരുട്ടി പിടിച്ച് രണ്ടിനെയും പപ്പടം പോലെ ചുരുട്ടി പിടിക്കും. അപ്പൊ ആയിഷ ബീവിക്കൊരു ചോദ്യം, അങ്ങനെ ചുരുട്ടി പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള മനുഷ്യന്മാരൊക്കെ എന്താവുക? കുറെ ആൾക്കാർ മരിച്ചുപോയവരില്ലേ? ഓലെ ശരീരമൊക്കെ അതിന്റെ ഉള്ളിലല്ലേ ഉള്ളത്? ഇതിങ്ങനെ ചുരുട്ടിപ്പിടിച്ച ഓല് ആകെ ചതഞ്ഞരിയോ നബിയെ? ചോദ്യം, നല്ല ചോദ്യം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന നേരം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്ന് ജനങ്ങളെല്ലാം അലാ ജസിരി ജഹന്നമ, നരകത്തിന്റെ നേരെ മുകളിൽ ഒരു പാലമുണ്ട്. ആ പാലത്തിലായിരിക്കും ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഏതെല്ലാം മനുഷ്യരിവിടെ വന്നോ അവര് മുഴുവനും ഈ പാലത്തിന്റെ മുകളിലാണ്. നരകത്തിലെന്നല്ല പറഞ്ഞത്, നരകത്തിലുള്ള ഒരു പാലത്തിനു പോലും ജനങ്ങളെ മുഴുവനും ഉൾക്കൊള്ളാനുള്ള സ്ഥലമുണ്ട്. അത്രയും വലിയ സ്ഥലമാണ് പാലത്തിനുള്ളതെങ്കിൽ ആ പാലം സ്ഥാപിക്കപ്പെട്ട നരകത്തിന്റെ വീതിയും നീളവും ഈ എത്രയാണ് മക്കളെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ആയിഷ, അന്ന് ജനങ്ങൾ മുഴുവനോ ഫഅൈനന്നാസു യൗമഇദിൻ, അന്ന് ജനങ്ങൾ എവിടെയാണെന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അലാ ജസിരി ജഹന്നമ, നരകത്തിന്റെ മുകളിലുള്ള വലിയ പാലത്തിന്റെ മുകളിലായിരിക്കും. ആ പാലം അത്രയും വലിപ്പമുള്ള പാലമാണ്. എന്നാൽ ആ പാലം നിലനിൽക്കുന്ന നരകത്തിന്റെ വലിപ്പവും വീതിയോ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. പോരാ, നിങ്ങൾ മനസ്സിലാക്കിയോ? നരകത്തിൽ ചെന്നാൽ അതേ നരകത്തിലെത്തിയ മനുഷ്യൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരിക്കുമെന്ന് വിചാരിച്ചോ? അല്ല, നരകത്തിൽ കടന്നാൽ അവന്റെ ശരീരത്തിന് അല്ലാഹു മാറ്റുന്നുണ്ട്, അവന്റെ തടിക്ക് അല്ലാഹു വിശാലത കൊടുക്കുന്നുണ്ട്. എത്രത്തോളം നബി തങ്ങളെ മൗലയായ ആ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഹബീബായ നബി തങ്ങൾ പറയട്ടെയോ, ഒരു സത്യനിഷേധിയും നരകത്തിലേക്ക് എത്തിയാൽ ആ സത്യനിഷേധിയുടെ അണപ്പല്ല് ഉഹദിനെ പോലെ ഉഹദിന്റെ വലിപ്പമുണ്ടായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാഫിർ, ഒരു സത്യനിഷേധി, ഒരാളെ കാര്യം പറഞ്ഞു, അയാള് നരകത്തിൽ കടന്നാൽ അവന്റെ അണപ്പല്ലിന്റെ വലിപ്പം പോലും മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, മിസ്ലു ഉഹദ, ഉഹദ് മലയോളം വലിപ്പമുണ്ടാവും ഒരു അണപ്പല്ല്. നബിന്റെ ഓന്റെ തൊള്ളത്ര ഉണ്ടാവും. ആ തൊള്ള നിൽക്കുന്ന തല എത്ര ഉണ്ടാവും? ആ തല നിൽക്കുന്ന ഉടലിന്റെ വീതിയും വലിപ്പം എത്ര ഉണ്ടാവും? അപ്പൊ ഒരു മനുഷ്യന്റെ വലിപ്പമായി പറഞ്ഞത്. ആ മനുഷ്യന്മാരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ലോകമാണ്, ഭീകരമായ ലോകമാണ് നരകം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനിയോ ഹബീബായ നബി തങ്ങൾ പറയുന്നു, വഫഖദുഹു മിസ്ലു വർഖാൻ, രണ്ട് പർവ്വതത്തെ പോലെയായിരിക്കും അവന്റെ ഒരു തൊട. ഒരു തൊടന്റെ രണ്ട് പർവ്വതത്തിന്റെ വീതിയും വലിപ്പം. ഒരു മനുഷ്യന്റെ കോല
വഅർദു ജിൽദിഹി 40 ദിറാഅ. ഒരു മനുഷ്യൻ നരകത്തെ കടന്നാൽ അവന്റെ തൊലിക്ക് അല്ലാഹു തആല 40 മുഴം കൊടുക്കും. 40 മുഴ ഒരു തൊലിന്റെ കട്ടി. അല്ലാഹ് നമ്മളെ കാക്കട്ടെ. നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് എന്താക്കാരപ്പാ തൊലിയൊക്കെ. ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെ നരകത്തെ കടന്ന അവന്റെ തൊലിയുടെ കട്ടി വഅർദു ജിൽദിഹി 40 ദിറാഅ. ഒരു തോലിന്റെ കട്ടി 40 മുഴമാണ്. ഓ എന്റെ മുഅ്മിനുകളെ, ആ തൊലിയെയാ അല്ലാഹു സുബ്ഹാനഹു തആല കരിക്കുമെന്ന് പറഞ്ഞത്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. സൂറത്തുൻ നിസാഇന്റെ 56-ാമത്തെ ആയത്തില് അല്ലാഹു തആലയുടെ ആയത്ത് നിഷേധിച്ചവർ സൗഫ നുസ്ലീഹിം നാറാ, അവരെ പിന്നീട് നമ്മൾ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും, അവരെ ശരീരങ്ങളിലുള്ള അവരെ തോലുകളെ കത്തിക്കരിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അതല്ലാത്ത വേറെ ഒരു തോല് അല്ലാഹു തആല പകരം കൊടുക്കുകയാണ്. ഇങ്ങനെ കരിയുന്തോറും 40 മുഴമുള്ള നമ്മുടെ തോലുണ്ടല്ലോ, ആ തോല് കരിഞ്ഞാലുടനെ വേറെ തോല് തരികയാണ്. എന്തിനാ ഇങ്ങനെ തോല് പകരം തരുന്നത്? ലിയദൂഖുൽ അദാബ ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ശിക്ഷക്ക് അല്ലാഹു തആല അത് രുചിച്ചു നോക്കാൻ, അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയുടെ ഭീകരത മനസ്സിലാക്കാൻ അവർക്ക് അല്ലാഹു തആല തൊലി ഇങ്ങനെ പകരം കൊടുക്കുകയാണ്. എത്രത്തോളം ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറയുള്ളൂ, തഅകുലുഹുമുൻ നാറു ഫീ കുല്ലി യൗമിൻ 70 മർറാ. ഒരൊറ്റ ദിവസം തന്നെ 70 പ്രാവശ്യം നമ്മുടെ തൊലി കത്തിക്കരിയുള്ളൂ. കുല്ലമാ അകലതുഹു ഖീല ലഹും ഉദൂ ഫയഊദൂന കമാ കാനൂ. അതേ 70 തവണ ഒരു ദിവസം തൊലി കരിയുകയാണ്. കരിയും തോറും അല്ലാഹു തൊലി പകരം പരം തരികയാണ്. എന്തിനാ തൊലി തരുന്നതെന്നോ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന തൊലിയിൽ കുത്തുമ്പോഴാണ്. ഇഞ്ചക്ഷൻ അടിക്കുമ്പോ വേദന അനുഭവിക്കുന്നത് തൊലിയിൽ കുത്തുമ്പോഴാ. അതുകൊണ്ട് ലിയദൂഖുൽ അദാബ്, അവർക്ക് നമ്മൾ തൊലി പകരം കൊടുക്കുന്നത് നല്ല പോലെ ഈ ശിക്ഷ അനുഭവിക്കാനാണ്. അല്ലാഹു തആല നമുക്ക് കാവല് നൽകുമാറാകട്ടെ. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യന് നരകത്തിൽ കടന്നാൽ അവന്റെ ചന്തിക്കെട്ടിന്റെ വീതി പോലും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട്. വ ഇന്ന മജ്ലിസഹു ഫീ ജഹന്നമ കമാ ബൈന മക്കത വൽ മദീന. ഒരു മനുഷ്യൻ നരകത്തിൽ കടന്നാൽ അവന് ഇരിക്കാനുള്ള അവന്റെ ഇരിപ്പിടമുണ്ടല്ലോ, ആ ഇരിപ്പിടം അവനെ ഉൾക്കൊള്ളാവുന്ന ഇരിപ്പിടമാണ്. ഒരു ഇരിപ്പിടം തന്നെ മക്കയുടെയോ മദീനയുടെയോ ഇടയിലുള്ള വഴിദൂരമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലോ അല്ലോ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇത്രയും വലിയ ഭീതിയും വലുപ്പമാ ഒരു മനുഷ്യൻ അല്ലാഹു തആല നൽകുന്നത്. ഓ എന്റെ ഉമ്മ, ഹബീബായ നബി തങ്ങൾ വിവരിച്ചതാണ്. നമുക്ക് നിഷേധിച്ചാൽ കാഫിറായി എന്നല്ലാതെ ഒന്നും വിലകൊന്നും കുറഞ്ഞു പോകുന്നില്ല. നമ്മൾ നല്ല പോലെ ആലോചിച്ചോളണോ. എന്നിട്ടാ നരകത്തിൽ കടക്കുന്നതില്ലെന്ന് യജമാനനായ റബ്ബിനോട് കാവല് ചോദിച്ചോളണോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെയോ. നമ്മൾ ഇക്കാലം അത്രയും കേട്ടത് നരകത്തിന്റെ തീയിനെ കുറിച്ചല്ലയോ. നരക
നരകത്തിന്റെ ചൂടിനെ കുറിച്ചല്ലയോ, എന്നാ നരകത്തിൽ തണുപ്പ് കൊണ്ടുള്ള ശിക്ഷയുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങൾ പഠിപ്പിച്ചു. നരകത്തിലെ തീ മാത്രമല്ല, നരകത്തിന്റെ തീയിനേക്കാൾ വലിയ ശിക്ഷ നരകത്തിൽ കൊടുക്കുന്ന തണുപ്പാണ്. നരകത്തിൽ തണുപ്പ് കൊണ്ടും ശിക്ഷയുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. സൂറത്തുൽ ഇൻസാനിന്റെ 13ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ ചെന്നാൽ മുത്തഖീന ഫീഹാ അലൽ അറായികി, അവർക്ക് തയ്യാർ ചെയ്തു കൊടുത്ത കട്ടിലിന്റെ മുകളിൽ ചാരിയിരിക്കുന്നവരാണ്. ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറാ. ആ സ്വർഗത്തിൽ ചെന്നാൽ അവർക്ക് സൂര്യനെ കാണാൻ കഴിയില്ല. വലാ സംഹരീറാ, കഠിന തണുപ്പും സ്വർഗത്തിലുണ്ടാവൂല, കഠിന ചൂടും സ്വർഗത്തിലുണ്ടാകൂല. എന്ന് വെച്ചാൽ യറൗന ഫിൽ ജന്നത്തി ശിദ്ദത ഹർരിൻ കഹർരി ശംസി, ആ സ്വർഗത്തിൽ ചെന്നവർക്ക് സൂര്യന്റെ ചൂടുപോലെ ഒരു ചൂടും അനുഭവിക്കാൻ കഴിയുകയില്ല. വലാ സംഹരീറാ വലാ ബർദം മുഫ്രിതോ, എന്ന പോലെ കഠിനമായ തണുപ്പും ആ സ്വർഗത്തിലില്ല എന്ന ആയത്തിനെ വിശദീകരിച്ച് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്കറിയോ മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഫഅസദ്ദു മാ തജിദൂന മിനൽ ബർദി മിൻ സംഹരീരി ജഹന്നമ. നരകത്തിന്റെ ആളുകൾക്കുള്ള ഏറ്റവും വലിയ ശക്തമായ തണുപ്പ് സംഹരീർ ജഹന്നമ. അതേ നരകത്തിലുള്ള തണുപ്പാണ് കേട്ടോ. നരകത്തിലെ തണുപ്പ് അസഖ്യമായ തണുപ്പാണ്. നരകത്തിലെ ചൂട് അസഖ്യമായ ചൂടാണ്. എത്രത്തോളമെന്നാൽ ഈ നരകത്തിലുള്ള തണുപ്പ് കൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കുന്ന നേരോ നരകാവകാശികൾ അല്ലാഹുവിനോട് പറയും, റബ്ബേ 1000 കൊല്ലോ ഞങ്ങളെ തീ കൊണ്ട് ശിക്ഷിച്ചാലോ ഈ തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം തീയിനേക്കാൾ വേദനയാണ് തണുപ്പ് കൊണ്ടുള്ള ശിക്ഷ. ആര് പറയുന്നു? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഹത്താ ഇന്ന അഖിലന്നാരി ഇദാ ഉൽഖൂ ഫീഹി, നരകാവകാശികളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ സഅലുല്ലാഹ അയ്യുഅദ്ദിബഹും ബിന്നാരി അൽഫ സനത്തിൻ അഹ്വനു അലൈഹിം മിൻ അദാബി സംഹരീരി യൗമൻ വാഹിദാ. നരകത്തിലുള്ള ഒരൊറ്റ ദിവസം തണുപ്പ് കൊണ്ടുള്ള ശിക്ഷ 1000 കൊല്ലം തീ കൊണ്ട് ശിക്ഷിക്കുന്നതിനേക്കാൾ കാഠിന്യമാണ്. അതുകൊണ്ട് അത് വേണ്ട. നരകത്തിലെ ശിക്ഷയിൽ നിന്ന് തണുപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല എന്ന് നരകാവകാശികൾ അല്ലാഹുവിനോട് അവലാതി പറയുകയാണ്. ആയതുകൊണ്ട് നരകത്തിലെ തീ മാത്രമല്ല, നരകത്തിലെ തണുപ്പ് കൊണ്ട് റബ്ബ് തആല ശിക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റഹ്മാനേ. ഓ എന്റെ മുഅ്മിനീകളെ, ഞാൻ നിർത്തട്ടെയോ? ഓ
എന്റെ ഉപ്പമാരെ ഞാൻ അവസാനിപ്പിക്കട്ടെയോ? ഓ എന്റെ ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് ഉപദേശിക്കാൻ അർഹനല്ല. ഞാൻ നിങ്ങളെപ്പോലെ അർദ്ധരാത്രിയിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവനല്ല. ഓ എന്റെ ഉപ്പമാരെ, നിങ്ങൾ പള്ളിയിൽ പോയി ജുമ നിസ്കരിച്ച് അവിടെ തഹജ്ജുദ് അവരുടെ ആ ജുമ നിസ്കാരത്തിന് മുമ്പ് അൽ കഹ്ഫ് ഓതി ജമാഅത്തിന് പങ്കെടുത്തു, ദിക്റുകളൊക്കെ ചൊല്ലി മഹദൂം തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്ത് അവിടത്തെ സാമീപ്യം കരസ്ഥമാക്കിയവരെ പോലെ ഇവിടത്തെ ഉപ്പമാരെ, നിങ്ങളെപ്പോലെ ഭാഗ്യം ലഭിച്ചയാളല്ല ഞാൻ. ഓ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾ സുന്നത്തിയമാറ്റിന് ഓടി നടക്കുന്നത് പോലെ ഒരു മുസ്ലിയാരെല്ലാഞ്ഞിട്ടുപോലോ അതേ തലക്ക് മുകളിൽ ഒരു തുപ്പി ധരിച്ച് കഴിയുന്നത്ര ദിക്റും ചൊല്ലി സ്വലാത്തും ചൊല്ലി നടക്കുന്ന നിങ്ങളെ ദിക്റ് കൊണ്ട് പച്ച പിടിച്ച നാവുണ്ടല്ലോ, അതുപോലെ പച്ച പിടിച്ച നാവൊന്നും എനിക്കില്ല. ഓ എന്റെ മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ തലപ്പാറ തങ്ങളുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇത്രയും വിപുലമായ ദർസില് സദാസമയം ഓതിപ്പടിക്കുന്നത് പോലെ ഓതിപ്പടിക്കാനൊന്നും എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. നിങ്ങളെപ്പോലെ ഓതിപ്പടിച്ചിട്ടുമില്ല. എന്റെ മുമ്പിലുള്ള ഉസ്താദുമാരെ മുമ്പില്, മഹാനായ ബാക്കി ഉസ്താദിന്റെ മുമ്പില്, ഇർഫാൻ ഉസ്താദിന്റെ മുമ്പില് എണീറ്റ് നിൽക്കാനുള്ള ഇൽമു പോലും എന്റെ കയ്യിലില്ല. പിന്നെന്തിനാ ഞാനിവിടെ വയതിന് വന്നതെന്നോ? 7 മാസം മുമ്പ് ഞാൻ എന്റെ ഉപ്പാനെ കബറിൽ വെച്ച് പോന്നതാണ്. എന്റെ ഉപ്പയാ എനിക്ക് തലപ്പാവാദ്യമായി വാങ്ങിത്തന്നത്. ആ ഉപ്പയാ ദർസിലേക്ക് പോകുമ്പോ ഇരുമ്പിന്റെ പെട്ടി എന്റെ കയ്യിലേക്ക് വാങ്ങിത്തന്നത്. ആ ഉപ്പയാ എനിക്ക് വെള്ളത്തുണിയെടുക്കാൻ അവസരമൊരുക്കി തന്നത്. ആ ഉപ്പ തന്നെയാ ദർസ് നിർത്തിയപ്പോൾ വീണ്ടും ദർസിലേക്ക് കൊണ്ടാക്കിയത്. അങ്ങനത്തെ ഉപ്പാക്ക് മരിച്ചുപോയി എന്റെ ഉപ്പാക്ക് ഞാനിവിടെ വെച്ച് ദുആയിരക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥതയോട് ഒരു ആമീൻ പറഞ്ഞാൽ അത് എന്റെ പിതാവിന് വലിയ മുതൽക്കൂട്ടാകുമല്ലോ. റഹ്മാനായ റബ്ബേ, നീ ഖബർ സന്തോഷിപ്പിക്കണേ റഹ്മാന്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരിച്ച ആരൊക്കെയുണ്ടോ? ഇവിടെ മരിച്ച പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്നവരുണ്ടോ? മുഴുവൻ ആളുകൾക്ക് നീ സ്വർഗം നൽകണേ റഹ്മാന്. അല്ലാഹുവേ, ഹബീബിന്റെ ചാരത്ത് ചെല്ല് ആ നബിതങ്ങളെ കൈയൊന്ന് പിടിക്കാൻ, ഹബീബിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ചുംബനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഹബീബിന്റെ ചാരത്ത് നിൽക്കാൻ. ഞങ്ങളെ നാട്ടിലെ സൈനുദ്ദീന് തങ്ങൾ ഉപ്പാപ്പയടക്കോ എല്ലാ സാദാത്തുക്കളും നേതാക്കന്മാരും ഔലിയാക്കളും മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുമ്പോ അവരോടുള്ള ബഹുമാനത്തെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളെ നീ കൈവടിയല്ല അല്ലാ. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചതുപോലെ, ഫയാ അജബൻ നദിരി ബിനാരി വജന്നതി വലൈസ ലിദീനസ്താഖു ഔ തിൽക നഹ്റുറു. വല്ലാത്ത അത്ഭുതം തന്നെയാണ്. നദിരി ബിനാരി വജന്നതി, സ്വർഗം നമ്മൾ അറിഞ്ഞല്ലോ, അതേ നരകത്തെ കുറിച്ച് അറിഞ്ഞല്ലോ, പക്ഷേ സ്വർഗം അറിഞ്ഞിട്ടോ വലൈസ ലിദീനസ്താഖ്, ആ സ്വർഗത്തിന് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഔ തിൽക നഹ്റുറു, അല്ലെങ്കിൽ ആ നരകത്തെ നമ്മൾ ഭയപ്പെടുന്നില്ലല്ലോ. ഇദാ ലം യകുന ഖൗഫൻ വശൗഖുൻ വലാ ഹയാ ഫമാദാ ബഖാ ഫീനാ മിനൽ ഖൈരി യുദ്കറൂ. നമുക്ക് ആ നരകത്തോട് പേടിയില്ലെങ്കിലോ ആ സ്വർഗത്തോട് പ്രേമമില്ലെങ്കിലോ എത്തുമോ എന്നൊരു ഭയമില്ല എങ്കിലോ ഫമാദാ ബഖാ ഫീനാ മിനൽ ഖൈരി യുദ്കറൂ.
എടുത്തു പറയാൻ എന്ത് അമലാണുള്ളത്, എടുത്തു പറയാൻ എന്ത് നന്മയാണുള്ളത്. വലസ്നാ ലിഹർരിൻ സ്വബിരീന ബലാ ബലാ വകൈഫ അലൻ നീറാനി യാ ഖൗമി നസ്ബിറൂ. ഓ മനുഷ്യരെ, നമുക്ക് ഈ ദുന്യാവിലുള്ള തീ സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇവിടത്തെ പരീക്ഷണം സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇവിടത്തെ പല്ലുവേദന സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇവിടത്തെ അപകടങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നാ ഫകൈഫ അലൻ നീറാനി യാ ഖൗമി നസ്ബിറൂ. എന്നാ പിന്നെ ഈ നരകത്തിന്റെ ശിക്ഷയിലുള്ളൂ ചൂടിൽ നിന്നും നമ്മൾ എങ്ങനെ ക്ഷമിക്കാനാണ്? മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യമാണ്, അല്ലാഹുവേ, ഞങ്ങളിവിടെ ഉണർത്തിയതിന്റെ ഫലമെന്നോണോ മഹാനായ സൈനുദ്ദീനുൽ മഅ്ബരി തങ്ങളെ ഹക്ക് ബർക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളെ ദുആക്കിനി ഇജാബത്ത് തരണേ അല്ലാഹ്. ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കാൻ, സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ. ഓ എന്റെ ഉമ്മമാരെ, ശഅബാനിന്റെ മുഴുവൻ രാത്രികളിലും ശഅബാനിന്റെ മുഴുവൻ പകലിലും ചൊല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട് കേട്ടോ. ആ ദിക്റ് ചൊല്ലിയാൽ നിങ്ങൾക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് ചെല്ലാൻ കേട്ടോ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂനുസ് നബിയുടെ കൂടെ സ്വർഗത്തിൽ ചെല്ലണോ, ദാവൂദ് നബിയുടെ കൂടെ സ്വർഗത്തിൽ ചെല്ലണോ, അയ്യൂബ് നബിയോടുകൂടെ സ്വർഗത്തിലെത്തണോ? എന്നാൽ ഈ ശഅബാൻ മാസത്തിന്റെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ മഹാനായ നബി തങ്ങൾ പറഞ്ഞ ആ ദിക്റ് ചൊല്ലിക്കോളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബറാഅത്തിന്റെ രാവിലെ മാത്രമല്ല, ശഅബാൻ തീരുന്നത് വരെ ഈ ദിക്റ് നമ്മുടെ നാവിലുണ്ടാവണോ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് മനസ്സ് നൽകണേ അല്ലാഹ്. എന്ന പോലെ നബി തങ്ങൾ പറഞ്ഞില്ലയോ, നമ്മോട് വിവരിച്ചതല്ലയോ, നരകത്തിന് നിങ്ങളെ കാക്കാൻ, നരകത്തിൽ നിന്ന് കാവല് ലഭിക്കാൻ ഈത്തപ്പഴത്തിന്റെ ഒരു ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ പരിശ്രമം നടത്തണോ എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞ ദിക്റേതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് വലൗ കരിഹൽ കാഫിറൂൻ. ചെറിയ ദിക്ർ, വളരെ ചെറിയ ദിക്ർ. അല്ലാഹ് ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് വലൗ കരിഹൽ കാഫിറൂൻ. എല്ലാവർക്കും അറിയുന്ന 3 കലിമത്തുകൾ. ഇത് നമ്മോട് ചൊല്ലാൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ ഹദീസ് ളുഅഫുണ്ടോ ഇല്ലേ അതൊന്നും നമ്മൾ നോക്കണ്ട. ഫളായിലുൽ അമാലി വിശദീകരിക്കുമ്പോൾ ളുഅഫുള്ള ഹദീസ് പറ്റും. നല്ല ഉസ്താദ് ബാക്കി ഉസ്താദിന്റെ മുമ്പിൽ ഇർഫാൻ ഉസ്താദിന്റെ മസലയൊക്കെ പറയുമ്പോൾ തെറ്റ്, അപ്പൊ ഒന്ന് തോണ്ടിയാൽ മതി, ഞാൻ അപ്പം തിരുത്തും. അങ്ങനത്തെ വാശിയൊന്നും നമുക്കില്ല. അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമു തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമു തരട്ടെ. അപ്പൊ ആ ദിക്റൊന്ന് ചൊല്ലിയാക്കാണി. എന്താപ്പത് ഇംഗ്ലീഷ് മീൻ ചുണ്ടനക്കണ മാതിരി വേണോ വേണ്ടോ വെച്ചില്ലല്ലോ. ആ എങ്ങനെയല്ല, തൊള്ള തുറന്നു ഒരൊറ്റല്ലേ പറയാൻ പറഞ്ഞുള്ളൂ. ഞാൻ 3-4 വട്ടം പോയി പറഞ്ഞു. ഒന്ന് പറഞ്ഞോക്കാണി. ലാന്ന് കേട്ട് ബാക്കിയൊന്നും കേൾക്കില്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് വലൗ കരിഹൽ കാഫിറൂൻ. ഇത് ശഅബാനിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ചൊല്ലിക്കോളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ഗർഭിണി അല്ല പെണ്ണിന് എന്താണ് കുട്ടില്ലാത്തൊരാൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ചെറിയ പരിഹാരമുണ്ട് ഇവിടെ, ഞാൻ ഇപ്പൊ പറയാൻ പോവാ. സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ദിക്റുണ്ട്, ഞാനിപ്പോ പറയാൻ പോവാ. ഒക്കെ പറഞ്ഞുതരാം. സമയം അങ്ങ് എത്തിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് വേഗം നിർത്തും. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. അതിന്റെ മുമ്പ് നിങ്ങൾ മേപ്പെട്ട് പോക്കാണി മഴ വരുന്നുണ്ടോക്കാണി ബന്നാ തന്നെ ഇവിടെ ഒരു തുള്ളി വെള്ളം ഇറ്റൂല. അങ്ങനത്തെ കെട്ടാണ് ആ കെട്ടിയിക്കണേ. ഇല്ല നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചാൽ മതി. 1,00,000 ഉറുപ്പ്യാണ് അതിന്. അല്ല കടല്ലാതെ തന്നെ വിജയിപ്പിക്കാൻ തോഫിക്കരട്ടെ. ഞമ്മക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇവിടെ ഇങ്ങനെ ഞാൻ വരുമ്പോ സ്വാഗതം പറഞ്ഞു ഉസ്താദ്. എനിക്കൊന്നല്ല സ്വാഗതം പറയണം, ഇത് നടത്തുന്ന കമ്മിറ്റിക്കാർക്ക് സ്വാഗതം പറയണം. ഞങ്ങളെപ്പോലത്തെ ഉസ്താദുമാരെ വിളിച്ച് ബുക്ക് ചെയ്ത് ബേജാറാ. പാകിസ്ഥാനൊക്കെ എത്ര ബേജാറാ. വരൂല എത്ര വട്ടം വിളിച്ച്. ഇന്നലെ എന്നോട് ചോദിച്ചു, എന്താണ് ഉസ്താദ് നിങ്ങൾക്ക് ഭക്ഷണത്തിന് നിബന്ധന വല്ലതുണ്ട്? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഒരു ചെറു ഭക്ഷണം, ഏറിപ്പോയാൽ ആടിന്റെ തല മാത്രം മതിയാണ്. ഞാനൊരു തമാശ പറഞ്ഞ, ഇനി അത് ക്ലിപ്പാക്കിയിട്ട് ബാക്കി കാട്ടുന്നരമാണെന്ന് പറഞ്ഞാൽ നടക്കാൻ നിൽക്കണ്ട. അപ്പൊ ഉസ്താന് ബേജാറാണ്. കാരണം ഇവിടെ ആരെയും വന്നില്ലെങ്കിൽ ഉസ്താന് ബേജാറ്. പഠിച്ചോനെഞ്ഞിപ്പോ ഇതെന്താവും? കമ്മിറ്റിക്കാരെ അതിൻ്റെലേറെ ബേജാറാണ്. ഇതൊന്ന് വിജയിച്ച് കിട്ടണല്ല. കടം വന്നു കഴിഞ്ഞാൽ ആരോട് പറയും? അള്ളാഹുവെ കടല്ലാതെ പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അതിന്റെ മുമ്പ് ഒലിക്കുന്ന സൗണ്ട് കൂട്ടാനുള്ള തൗഫീഖ് നീ വേറെ കൊടുക്കണേ റഹ്മാനെ. ഞാൻ നിർത്തി. ഇത് കൂട്ടാൻ പറഞ്ഞാണ് കൂട്ടിക്കൂടത്. ഇതെത്തിനാ ഈ ബോക്സൊക്കെ പിന്നെ കൊണ്ടുവന്ന് വെച്ചു. മാന്യമായിട്ട് ഞാൻ കുറെ പറയും. നിർത്തി വേദൊക്കെയാ നിർത്തിക്കണേ. ഞങ്ങൾക്ക് ദ്വാരക്കണം എന്ന് വിചാരിച്ചാൽ അതേതായാലും ഞങ്ങൾ വിചാരിച്ചണ്ട, വേണ്ടാ ചെയ്യാം. മനുഷ്യന്മാരെ തൊണ്ട കേടെടുത്തുകൾക്കൊന്നും ദ്വാരന്നിട്ട് കാര്യമില്ല. ഞാൻ ആ ചങ്ങാനോട് സാമാന്യമായിട്ട് പറഞ്ഞ സ്വകാര്യമായിട്ട് ചെന്ന് കൂട്ടിക്കൊണ്ടട്ടോ. അപ്പോൾ തല കാട്ടിയിട്ടാണ് പോയിന്നല്ല, ആ ആട്ടൽ തന്നെ ഉള്ളൂ. ഓൽക്കും ബേജാറുണ്ടാവും സൗണ്ട് ഇത് അടിച്ചു പോയാൽ അല്ലേ. അതുകൊണ്ടാണ് ആ ബേജാറ്. ഞാൻ പറഞ്ഞല്ലോ 1.5 മാസം എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. അത് ഇതേമാതിരി ഒരു സ്ഥലത്ത് പോയതിന് പോയി, കണ്ണൂർ ജില്ലയിൽ ഉറൂസിന് തന്നെ പോയത്. സ്ഥലമൊന്നും ഞാൻ പറയില്ല. അൽഹംദുലില്ലാ അന്ന് സൗണ്ടാണ് പോയി. 1.5 മാസം. ഓനും വല്ലോ അറിയോ? ഓനൊന്നും അറിഞ്ഞില്ല. അതേ കണ്ണൂർക്ക് തന്നെ ഏതോ ഒരു ചെറിയ സമ്മേളനത്തിൽ യൂണിറ്റിൽ എന്തോരോ സമ്മേളനം ഉണ്ട്. അപ്പൊ അതിന് പോയി. അപ്പൊ സൗണ്ട് തിരിച്ചും കിട്ടി. അതുകൊണ്ടാണ് ഈ സൗണ്ട് കൂട്ടണേ എന്ന് പറഞ്ഞത്. കാരണം ഇനിയിപ്പോ നാളെ മൂർക്കനാട് വയത് നോമ്പ് പോറ്റ് കഴിഞ്ഞ് നോമ്പ് നോർന്നിട്ട് പോയി കണ്ട് വയലറിയണം. ഞാൻ ഓരോട് വിളിച്ചിട്ട് സൗണ്ട് ഇല്ലാന്ന് ഒരു ബേജാറാവും. അപ്പൊ നിങ്ങളൊക്കെ നല്ലോണം ദ്വാരക്ക. ഡോക്ടർമാർ 1 മാസം മുണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാന് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിനോട് ഈ തൊണ്ട ഓപ്പറേഷൻ അതിന്റെ റിസൾട്ട് കാണിച്ചു കൊടുത്ത്, ഇത് സ്കാൻ ചെയ്തത്. അപ്പൊ ഉസ്താദിന് അതൊക്കെ പോലും നുണ പറയാ, നിങ്ങൾ വയലറിനോലിയാണ്. ഞാൻ ആ ധൈര്യത്തിലായി വയലറിയണം. അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ, എല്ലാ ഉസ്താദുമാരും, എല്ലാ ആലിമീങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുക്കൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് സാദാത്തുക്കൾ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് വരാനുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ആയിരാരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ മഹത്തായ വേദിയുടെ വിജയത്തിന് വേണ്ടി പരിശുദ്ധ റമദാൻ ഒരു 10 തീരുന്നതിന് മുമ്പ് 1000 റുപ്യ മഹദൂം തങ്ങളെ പേരിൽ നേർച്ചയാക്കിയിട്ട്, ഉസ്താദെ ഞാൻ നേർച്ചയാക്കിക്കോളാം, ഇന്ന് കൊടുക്കണ്ട, ശഅബാനിൽ കൊടുക്കണ്ട, റമദാന് കടന്ന്
ഒന്നാമത്തെ 10 തീരണീന്റെ മുമ്പ് 1000 റുപ്യ ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റുന്നത്. നേർച്ച പൈസ വേണം നിങ്ങൾക്ക്. നിങ്ങൾ അരിക്കുള്ള പൈസ കഴിക്കണം. അരിക്ക് കിട്ടിയിട്ടില്ല. എന്താ പണ? എത്ര ചാക്ക് അരിയാണ് നിങ്ങൾക്ക്? 20 ചാക്ക്. 200 ചാക്ക്. ഈ എവിടുക്കതെല്ലാം കൂടി പോണേ? നിങ്ങളെന്താ കടലിൽ കൊണ്ടുപോയി തട്ടുക? അത്രയും നല്ല ജനങ്ങളുണ്ടാവും കരല്ലേ? ഞാനറിയില്ല തോന്നുന്നു. ഞാൻ ചെറുപ്പത്തിലൊന്ന് 1-2 പ്രാവശ്യം സിയാറത്തിന് വന്നു. പിന്നെ വയലിനൊക്കെ പോകുമ്പോൾ ഒന്ന് സിയാറത്ത് ചെയ്ത് ഇങ്ങനെ പോവാന്നല്ലാതെ ഇവിടുത്തെ നേർച്ചക്കൊക്കെ നമ്മളൊന്നും ചോറിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. ഇപ്പൊ തന്നെ ചോറിന്റെ അന്ന് നമ്മളെ വിളിച്ചിട്ടുമില്ല. അതിന്റെ 3-4 ദിവസം മുമ്പാ വിളിച്ചത്. ആയിക്കോട്ടെ, എന്നാ പിന്നെ നമുക്ക് അരിക്കൊരു തീരുമാനാക്കിയാലോ? ആരാ ഉള്ളത്? കൈ വെക്കാൻ പറ്റുമോ? അരിക്ക് തീരുമാനാക്കിക്കോളി ഉസ്താദേ എന്ന് പറയാൻ പറ്റിയ ആൾക്കാരുണ്ട് അവിടെ. നമ്മൾ ചോദിക്കണീനൊരു സപ്പോർട്ട്. ആയിക്കോട്ടെ, അരി നിങ്ങൾ ചോദിച്ചോളി, നമ്മൾ കൊടുത്തോളാം. മിഞ്ഞാന്ന് നമ്മളെ റിസൾട്ട് അറിയണമെന്ന് ഞാൻ കാസർഗോഡാണ്. അത് ത്വാഹിറുൽ തങ്ങൾ പാപ്പാന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ വയല് കഴിയലും പിന്നെ അവിടെ അടിമ്പിടി കുലുമാലെന്നെ അങ്ങോട്ട് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. രാത്രി ഞാൻ കണ്ണം പൂട്ടിയിട്ട് ഡ്രൈവറോട് പറഞ്ഞിച്ച് ഫാത്തി ഓതിയിട്ടാണ് പോയിക്കോട്. കാരണം ഓനല്ലേ കണ്ണുറക്കുള്ളൂ, ഞാൻ ഉറങ്ങുമല്ലോ. അങ്ങനെ നല്ല റാഹത്തായിട്ട് ഇവിടെത്തി. ആവണിയും ചെന്നപ്പോ അരിയാ വേണ്ടിയ പോൽക്ക് ഇറച്ചി വേണം. ഇറച്ചി എത്ര വേണ്ടി? ഇറച്ചി വേണ്ട, കൊളസ്ട്രോളക്കാരൻ അല്ല സാർ. അല്ല ഇവിടെ കിട്ടിയേക്കോ? അരിയ കിട്ടണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞോട് തന്നെ കോട്ടെ കാര്യം. അരിയൊക്കെ ഇൻഷാല്ലാ കിട്ടിക്കോളൂ. അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹ് വിജയിപ്പിക്കട്ടെ. നമ്മളിപ്പോ ആർക്കും പ്രയാസമില്ലാതെ 1000 റുപ്യ, 1000 റുപ്യ. എന്താ പല പേര്? എന്താ ഓൻ ഈച്ച് വാമാന? എനിക്ക് അള്ളാഹു തആല ആഫിയത്ത് നല്ല ഇൽമും തരട്ടെ. ഓനൊന്ന് ആമീൻ പറഞ്ഞു കൊടുത്താ നിങ്ങള്. അള്ളാഹു ആ കുട്ടിനെ നന്നാക്കി തീർക്കട്ടെ. ബാപ്പാക്ക് ഉമ്മാക്ക് സന്തോഷമുള്ള മകനാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. ഓരോ ഉപ്പാക്ക് അള്ളാഹു നീ ആഫിയത്ത് നൽകണേ അല്ലാ. രോഗങ്ങളിൽ നിന്നൊക്കെ നീ ശിഫാ നൽകണേ അല്ലാ. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ല അല്ലാ. വീട്ടിൽ എപ്പോഴും നീ സമാധാനം നൽകണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ്. ആ ഉപ്പാന്റെ വക 1000 റുപ്യ. പിന്നെ ആരാ 1000 റുപ്യ? ഇന്ന് കൊടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് റമദാന് തീർന്നീന് മുമ്പ് കൊടുത്താൽ മതി. 2-10 കൂടി ഏറെ. ഒന്നാമത്തെ 10 നമ്മൾ പറഞ്ഞ്, ഒന്നാമത്തെ വേണ്ട, രണ്ടാമത്തെ വേണ്ട. അവസാനത്തെ 10 1000 റുപ്യ നമ്മളെ പള്ളിക്ക് അല്ലേ? അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതാ ഒരു കൈ. എന്താ അജയന്റെ പേര്? പേര് പറഞ്ഞോളൂ നിങ്ങള്. കമറുദ്ദീൻ ഹാജി ആയിട്ടില്ലേ? ആകാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. കമറുദ്ദീൻ ആയാൽ ഹാജി അള്ളാഹു നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മക്കയിലേക്ക് ചെന്ന് ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. മനസ്സിനെപ്പോഴും നീ സമാധാനം നൽകണേ അല്ലാ. ഷെയ്ഖ് സൈനുദ്ദീനിൽ മഅ്ബരി തങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ മാറാ രോഗങ്ങളിലൊന്നും പെടുത്തല്ല അല്ലാ. അവരിൽ നിന്ന് മരിച്ചവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ നൽകണേ റഹ്മാനെ. അപ്പൊ കമറുദ്ദീൻ ഖാന്റെ പേര് എഴുതി വെക്കൂ ഉസ്താദെ. 2 ആളായി. മൂന്നാമത്തെ ഒരാള് അതാ ഒരു അജയരന്നല്ലേ? പോണം, നമുക്ക് പോണം. അള്ളാഹുവെ തൗഫീഖ് നൽകണേ അല്ലാ. നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞാൽ എന്റെ മോന്തായം കണ്ട് ഒരു മനുഷ്യ 1 ഉറുപ്പ്യ കൊടുക്കൂല. എനിക്ക് പൂർണ്ണ ഉറപ്പ്. അതിനെ പറ്റിയ ചെരക്കുമല്ല ഞാൻ. പിന്നെ നിങ്ങളൊക്കെ ആമീൻ പറയുണ്ടല്ലോ, മുത്തലിമീങ്ങളൊക്കെ കയ്യൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ ആമീൻ പറഞ്ഞത് സ്വീകരിക്കുമല്ലോ, ചെറിയ കുട്ടികൾ ആമീൻ പറയുമല്ലോ. ഇതൊക്കെ വിചാരിച്ചിട്ടാ ഓലി 1000 പറയണേ. അള്ളാഹുവെ ആ ഉപ്പാക്കിനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ കാണാൻ, സ്വപ്നത്തില് കാണാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളെ ഖബർ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. മക്കൾക്കൊക്കെ നീ സ്വലാഹിയത്ത് നൽകണേ അല്ലാഹ്. ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്.
വിഷമങ്ങളിൽ നിന്നൊക്കെ നീ കാവൽ കൊടുക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ, ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. മൂന്നും കഴിഞ്ഞ് നാലാമത്തെ ആള്, നാലല്ലഞ്ഞു വേണ്ടി നിങ്ങളെ ഓടിയ ഒരു കുട്ടി അല്ലേ, നിങ്ങളെ മോന. അല്ലാഹുവേ നല്ല മോനാക്കണേ റഹ്മാനെ. നിങ്ങൾ ആമീൻ പറഞ്ഞാണ്. എന്തിനാ അപ്പൊ പറഞ്ഞേ? ദ്വാരക്കുമ്പോ പറഞ്ഞാ മതി. അല്ലാഹുവേ ആ കുട്ടിക്ക് നീ ആഫിയായ ഇൽമു കൊടുക്കണേ അല്ലാഹ്. ആ ഉപ്പാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവർക്കൊന്നും വിഷമം കൊടുക്കല്ലേ അല്ലാഹ്. കുടുംബത്തിലെ സന്തോഷം നൽകണേ അല്ലാഹ്. നല്ല വിദ്യയുള്ള ഉദ്യോഗമുള്ള മക്കളാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളിൽ കാവൽ നൽകണേ അല്ലാഹ്. മാറാ രോഗങ്ങളിൽ അവരിലേക്ക് നീ അടുപ്പിക്കല്ലേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ മരിച്ചുപോയവരെ ഖബറിലേക്ക് സവാബ് കൊടുക്കണേ അല്ലാഹ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങളെ യഥാർത്ഥ ആശികീങ്ങളിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും അവരെ മക്കളെയും ഞങ്ങളെ മക്കളെയും ഇവിടത്തെ മുത്തഅല്ലിമീങ്ങളെയും ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി. നാലും കഴിഞ്ഞ് അഞ്ചാമത്തെ ഒരാള്, നാലും കഴിഞ്ഞ് അതാ ഒരു ചെറുപ്പക്കാരൻ. എന്താണ് നിങ്ങളെ പേര് ഉസ്താദെ? ഓറെ പേര് നിങ്ങൾക്ക് അറിയില്ല? ആ ലാസ്റ്റ് ഒരു കറുത്ത തൊപ്പിയൊക്കെ ഇട്ട് കാണും, പേരറിയില്ലേ? ആര്? അജ്മാനോ? അബ്ദുറഹ്മാൻ. അല്ലാ നല്ല പേരാ. നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. കടങ്ങൾ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കടങ്ങളിൽ നിന്നൊക്കെ കാവൽ കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ നെദർ നൽകണേ അല്ലാഹ്. മശായിഖന്മാരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹി നബി തങ്ങളെ കൂടെ അവരെയും ഞങ്ങളെയും സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. ഫസ്ലുർ റഹ്മാൻ എന്നൊരു സഹോദരൻ ₹1000 അല്ല സ്വീകരിക്കട്ടെ, അല്ല സ്വീകരിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ എന്തുദ്ദേശം വെച്ചോ അല്ലാമുലോയൂബായ അല്ലാഹ് നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. ദുആ ഇറക്കുന്ന ഞാനൊന്നിനും കൊള്ളില്ലെങ്കിലും ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ ആമീനും റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ആമീനും ചേർന്ന് വന്നാൽ ഞങ്ങളെ ദുആയിനെ തട്ടില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ആ സ്വതക്ക കാണുമ്പോൾ അവരിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിൽ കിടന്ന് സന്തോഷിക്കാനുള്ള അവസരം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. സുബൈർ എന്ന ചെറുപ്പക്കാരൻ നല്ല ജോലി എന്ന് പറഞ്ഞാൽ എന്തോ നല്ല ജോലി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചതിനനുസരിച്ചുള്ളൊരു ജോലി. അതിന്റെ അടുക്ക് ഒരു ഗൾഫുകാരൻ ജോലി ഒരു ചെറിയ റെസ്റ്റിന് വന്ന, നാട്ടുകാർ ലീവിന് വന്ന. അപ്പൊ ഞാൻ അയാളെ ₹1000 എന്നപ്പോ നല്ലോണം തോരുന്നു, പഠിച്ചോനെ അയാളെ ജോലിയിൽ ഇത് ബർക്കത്ത് കൊടുക്കടേ എന്നാണ് നല്ലോണം തോരുന്നത്. അപ്പൊ അയാള് 2000 തന്നിട്ടാണ് ഉസ്താദെ ആ ദുആ ഒന്ന് പിൻവലിച്ചു തരുമോ? അപ്പൊ ഞാനും വിചാരിച്ചു എന്താ ഇപ്പൊ അത്ര വലിയ കുഴപ്പമുള്ള ദുആ ഒന്നല്ലല്ലോ. അതിൽ ഓമാൻ ഉസ്താദെ ജോലിയിൽ എനിക്ക് ബർക്കത്ത് വേണ്ട, 18 മണിക്കൂർ ഞാൻ ജോലി എടുക്കണ്ടിട്ട് ഇനി ശമ്പളത്തിൽ ബർക്കത്ത് അറിയാൻ. അപ്പൊ ആ കുട്ടിന്റെ ജോലി ഒന്ന് റാഹത്താവാൻ, മനസ്സിനിണങ്ങിയ ജോലിയാവാൻ, ശമ്പള വർധനവുള്ള ജോലിയാവാൻ, അതാണ് നല്ല ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ, നീ എളുപ്പമാക്കണേ റഹ്മാനെ. ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖൈറ് നൽകണേ റഹ്മാനെ. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബെ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാഹ്. മരിച്ചുപോയവരെ ഖബറിലേക്ക് സവാബ് കൊടുക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ കാവൽ നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട സൈനുദ്ദീനിൽ മഅ്ബൂരി തങ്ങളുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് ഈ എന്ത് ഉദ്ദേശം ആ സദഖ കൊണ്ട് നീ അവരെ ഉദ്ദേശിച്ചോ നീ എത്രയും പെട്ടെന്നത് പൂർത്തീകരിക്കണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. പിന്നെ ഞാനാള് എത്ര ആളായിപ്പോ? 7 ആള്.
എട്ടാമത്തെ ആള് ഞാനാകാം ഉസ്താദേ. ഒരു എട്ടാമത്തെ ആള് ആരാണ് ആ ഭാഗ്യവാൻ? നിങ്ങൾ നീച്ചോളി, ബേജാറാണ്ട്. ആ കുട്ടിക്ക് നീച്ചാൻ പൂതിയുണ്ടെ നീച്ചാ, നിങ്ങൾ നോക്കി പേടിപ്പിച്ചല്ലോ, ആ നീച്ച് കിട്ടട്ടെ. അതും വലിയ കാര്യം. ആരാണത്? ഒരു എട്ടാമത്തെ ആള് ആരാണ് ആ ഭാഗ്യവാൻ? ഒന്ന് നോക്കാം നിങ്ങൾ. ആരോ ഒരാളുണ്ടല്ലോ മനസ്സിൽ വല്ലാതെ പറയണം. എങ്ങനെ പണ്ട് അണ്ണാച്ചി പറഞ്ഞ മാതിരി മനസ്സിലുണ്ട് സുൾവാൻ വയ്യാന്നല്ല. അങ്ങനെ ആരോ ഒരാളുണ്ടല്ലോ ഇവിടെ. ആ പെണ്ണുങ്ങളെ ഭാഗത്ത് കാര്യം വിട്ടില്ല. ഫസലും സിദ്ദീഖ് പെണ്ണുങ്ങളെ ഭാഗത്തോ ഓല മാപ്പിളാരെ പേരോ അല്ലെങ്കിൽ ആ കുട്ടികളെ പേരൊക്കെ കേൾക്കാറ്. നിങ്ങൾ ചിരിച്ച ഐറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുന്ന് പൈസ പെണ്ണുങ്ങൾ പണിക്കോണ്ടോ? നമ്മളെന്തെങ്കിലും കൊടുത്താലല്ലേ പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ തുണിയും കുപ്പായൊക്കെ തിരുമ്പുമ്പോ ഒരു 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ഇട്ട് കൊടുക്കുക. അത് തിരുമ്പും പോലെ എടുക്കും, എടുത്തു വെക്കും. 14ന്റെ പെണ്ണുങ്ങൾ തിരുമ്പി വലിയ അന്തൂറ തിരുമ്പിയപ്പോ ഒരു 5ന്റെ കൂട്ടം കിട്ടി. ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല, നേരെ എന്റെ അടുത്ത് കൊണ്ടുവന്ന ഞങ്ങളോടാണ് ഞങ്ങളെ പോക്കറ്റ് നെട്ടിട്ട് 5ന്റെ കൊട്ടനാണ്. എനിക്ക് തോന്നി ഇവളെ തന്നെയാണ് നിലനിർത്തുക, മരിച്ചോളം പണന്നെ മതി. കാരണം അത്രയും സത്യസന്ധതയാണ്. 5ന്റെ ഉറുപ്പ്യ വരെ ഓൾ എടുത്തില്ലല്ലോ. എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാനൊരു 500 ഇട്ട് കൊടുത്ത്. അത് അമ്മിക്കുട്ടി വള്ളത്ത് പോയ മാതിരി നോരയും കൂടിയില്ല. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങന്മാർക്ക് നമ്മൾ കൊടുത്തിട്ട് വേണല്ലോ. അള്ളാഹുവേ, ഞങ്ങൾ ഉമ്മാരെ സ്വതക്കൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരാ ഉള്ളതാ എട്ടാമത്തെ ഒരാള്? ഇപ്പോഴാ മൈക്കൊന്ന് ശരിയായത്, പിരിവാണ് തുടങ്ങിയപ്പോ. അല്ലല്ല, അതിന് മുമ്പ് ക്ലിയർ അല്ലേ? അള്ളാഹു ഇഞ്ഞു മുതൽ നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. ഇങ്ങനെ കുറക്കുകയാണെങ്കിൽ ബർക്കത്ത് കുറക്കും ചെയ്യട്ടെ. മക്കളില്ലാത്ത ഒരു സഹോദരി മക്കളുണ്ടാകാൻ വേണ്ടി ഒരു 1000 ഉറുപ്പ്യ അള്ളാഹുവേ നീ സ്വതക്ക സ്വീകരിക്കണേ അല്ല. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ല. നിങ്ങൾക്ക് അറിയോന്നറിയില്ല, കണ്ണൂര് ജില്ലയിലുണ്ട് ഒരു വലിയ മഹാൻ, വഫാത്തായി, ഖബർ സന്തോഷത്തിലാക്കട്ടെ. റമദാൻ 27 രാവിലെ വെള്ളിയാഴ്ച രാവ് 27 വെള്ളിയാഴ്ച രാവിലെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ദിക്റിന്റെ മജ്‌ലിസിൽ ദിക്റ് ചൊല്ലിയിട്ട് മരിച്ച മഹാഭാഗ്യം കിട്ടിയ വലിയൊരു മഹാനാ ബഹുമാനപ്പെട്ട നരിക്കോട് ഉസ്താദ് നവറല്ലാഹു മർഖദഹു. ഞാൻ ജീവിതകാലത്ത് 1-2 പ്രാവശ്യം, 1-ലേറെ പ്രാവശ്യം പലതവണ പോയി കണ്ടിട്ടുണ്ട്. പല ആവശ്യങ്ങളും ഞങ്ങൾ പറയാറുണ്ട്. എനിക്ക് പലതും നേടിത്തന്നിട്ടുണ്ട്. അത്രയും ദുആക്ക് ഇജാബത്തുള്ള വലിയൊരു മഹാൻ. 25 വർഷക്കാലത്തോളം മക്കളില്ലാത്ത ഒരാള് ഈ നരിക്കോട് ഉസ്താദിനോട് വിഷമം പറഞ്ഞു. ഞാൻ ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കേട്ടോ, എല്ലാവർക്കും പറ്റും. ഞാൻ പല ആളുകൾക്ക് ഈ മാർഗം പറഞ്ഞു കൊടുത്തു. 15 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത കണ്ണൂർ ഒരു പ്രാസംഗികണ്ട്. അയാൾക്കിപ്പോ കുട്ടികളുണ്ടായി, ഒരു ആൺകുട്ടി. അള്ളാഹു ആ മക്കൾക്ക് സന്തോഷം കൊടുക്കട്ടെ. ഈ എടത്തനാട്ടുകാരനാൽ ഞാനിപ്പോ നിൽക്കണം മണ്ണാർക്കാട് മണ്ഡലത്തിലെ എടത്തനാട്ടുകാരന്റെ സ്ഥലത്താണ്. എടത്തനാട്ടുകാരെന്ന് പറഞ്ഞാല് 30 മഹല്ലും മുജാഹിദിന്റെ മഹല്ല. കണ്ണേറ് തട്ടാൻ വരെ ഒരു സുന്നി അവിടെ ഇല്ല. അത്രയും മഹാഭാഗ്യം കിട്ടിയ ഒരു മഹല്ല്. സങ്കര സന്തോഷം, ചോദിക്കാനും പറയാനും ആരുമില്ല. പള്ളിയിലെ മൂല്യര് ഉണ്ടോ, ഹദ്ദാദൊന്ന് ചൊല്ലിയോ, എവിടുക്കെന്നാ മൂല്യര് വന്ന്, ഇതൊന്നും ചോദിക്കാൻ ഒരു മനിയനും അവിടെ വരൂല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നുള്ള ബേജാറും വേണ്ട. അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു ആ സ്വതക്കൊക്കെ സ്വീകരിക്കട്ടെ. ഞാനിങ്ങനെ വേലന് പോയി കൊടുത്തുന്ന എവിടുന്നെങ്കിലൊക്കെ തെണ്ടി ഉണ്ടാക്കണം. 1000, 2000, 1000 ഉറുപ്പ്യ, 500 ഉറുപ്പ്യ ആരെങ്കിലും തരും, ഞാനത് കൊണ്ടുപോയി കൊടുക്കും. അൽഹംദുലില്ലാഹ് 2 കൊല്ലായിട്ട് 1 ഉറുപ്പ്യ കടല്ലാതെ മുന്നോട്ട് പോകണ്ട. അള്ളാഹു മുന്നോട്ട് പോട്ടെ, പോകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, നിങ്ങളൊന്ന് ദ്വാരം തന്നാ മതി, നിങ്ങളൊന്നും തരണ്ട. അവിടെ 7 കൊല്ലായിട്ട് മക്കളില്ലാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ ഷബീർ എന്നവന്റെ പേരും. ഇപ്പൊ ഗൾഫില. ഓൻ എന്നോട് വിഷയം പറഞ്ഞു. ഞാൻ ഈ ദിക്ർ പറഞ്ഞു കൊടുത്തു. ഓനെ ചൊല്ലിയപ്പോ ഞാൻ പറഞ്ഞു, മക്കളുണ്ടായ ഒരു 3 ചാക്ക് അരിഞ്ച കുട്ടിയൊക്കെ വേണം. ഓൻ തരാന്നും പറഞ്ഞു. മക്കളുണ്ടായ ഒരു പെൺകുട്ടി 3 ചാക്ക് കിട്ടി.
ഞാനാ പറഞ്ഞ ദിക്റും ചൊല്ലി. അപ്പൊ എന്താണ് അതിന്റെ മാർഗനിരങ്ങൾ? ഒന്ന്, രണ്ടാളും നാട്ടിൽ വേണം. കൂറ്റമ്പാറസ്ഥാനോട് ആരോ ഒരാൾ ദ്വാരക്കാൻ പറഞ്ഞ അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ മുർഷിദായ ഉസ്താദ് അള്ളാഹു ആഫിയത്ത് നൽകണേ അള്ളാഹ്. കൂറ്റമ്പാറ ഉസ്താദിനോട് ആരോ വിളിച്ചിട്ട് തന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടാണ് ഉസ്താദെ മക്കളുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണം. അപ്പൊ ഉസ്താദിനും വിഷമായി. ഉസ്താദ് ചേടാ എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്? കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഭാര്യയും ഭർത്താവും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഇശാനിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും ഒരു കാമിലായ വുളൂ, ഇസ്ബാവുൽ വുളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾ പറഞ്ഞ ആ ഇസ്ബാവുൽ വുളൂ, കാമിലായ വുളൂ, അതിന്റെ ദിക്റുകളും സുന്നത്തുകളും എല്ലാം ഒപ്പിച്ച് നല്ല ഒരു വുളൂ ഭാര്യ എടുക്കുക, ഭർത്താവ് കൊടുക്കുക. എന്നിട്ട് രണ്ടുപേരും കിബിലക്ക് മുന്നിട്ട് വുളൂ മുറിയാതെ ഒരു 33 നാരിയ സ്വലാത്ത് പെണ്ണ് ചൊല്ല, ഒരു 33 നാരിയ സ്വലാത്ത് ഭർത്താവും ചൊല്ല. അപ്പോഴൊന്നും വുളൂ മുറിയരുത്. എന്നിട്ട് രണ്ടുപേരും ആത്മാർത്ഥതയോടുകൂടെ സെപ്പറേറ്റ് നല്ലൊരു ദുആ, കരഞ്ഞുകൊണ്ട് ദുആ, മനസ്സ് തട്ടിയിട്ട് റബ്ബിനോട് ദുആയിരക്കുക. എന്നിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വലിയ മഹത്തായ ആ ഒരു മാർഗം പല ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തു. പലർക്കും നല്ല റിസൾട്ട് കിട്ടി. അതൊന്നും എന്റെ പവറോ അതൊന്നുമല്ല, ബഹുമാനപ്പെട്ട നരിക്കോട് ഉസ്താദിന്റെ നാവിന്റെ ഫലമാണ്. ഞാൻ ആ ഉമ്മയോട് ആവശ്യപ്പെടുന്നു, ഈ ദിക്റ് നിങ്ങളൊന്ന് ചൊല്ലുക, കിട്ടുമെന്ന പ്രതീക്ഷയോടെ, കിട്ടും എന്ന ഉറപ്പോടെ. അല്ലാഹുവേ, മക്കളില്ലാത്തവരെ വിഷമം ഞങ്ങൾക്കറിയാം. 5 കൊല്ലം മക്കളില്ലാതെ ഞാനും വിഷമിച്ചു. എനിക്കുണ്ടായിരുന്നു വിഷമം എത്രയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അതിന്റെ വേദന എത്രയെന്നും. മക്കളില്ലാത്ത ഉമ്മാക്ക് നീ നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്, കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ്, ദുന്യാവും ആഖിറത്തിന് ഉപകരിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഏത് ഡോക്ടർ മക്കളില്ല എന്ന് പറഞ്ഞാലും കൈയൊഴിഞ്ഞാലും റബ്ബായ നീ അവരെ കൈയൊഴിയല്ല അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്. ഈമാൻ കിട്ടി മരിക്കണം, രോഗം ശിഫയാവണം. ആമിന എന്ന് പറഞ്ഞൊരു ഉമ്മ 1000 രൂപ, അല്ലാഹുവേ നീ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹ് ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാഹ്. ഏത് ഡോക്ടർ ഒഴിവാക്കിയാലും നീ ഒഴിവാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ആമീൻ. റസൂലുള്ളാഹി പറഞ്ഞ പോലെ ദാവൂ അംറാലകും ബിസ്വദഖ, നിങ്ങൾ നിങ്ങളെ രോഗചികിത്സ നടത്തേണ്ടത് സ്വതക്ക കൊടുത്തിട്ടാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ ആ ഉമ്മദാ ഞങ്ങളിലേക്ക് സ്വതക്ക തന്നിട്ടുണ്ട്. അത് ചികിത്സക്കുള്ള ഒരു തുടക്കമാക്കി ആ രോഗത്തിന് ശമനം നൽകണേ അല്ലാഹ്. കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഹബീബ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ കണ്ട് വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ പകലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാൻ അവർക്കും ഞങ്ങൾക്കും കാമിലാക്കി തരണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. ഗൾഫിൽ പോകാൻ മോൻ ആഗ്രഹിക്കുന്നു. നല്ല കടലാസ് കിട്ടണം, നല്ല വിസ അല്ലേ, നല്ല ജോലി. നല്ല ജോലിയല്ല, ജോലിയിൽ നല്ല സന്തോഷമുള്ള ജോലി, മനസ്സിനിറങ്ങിയ ശമ്പളം ആ കുട്ടിക്ക് കിട്ടണം എന്നൊക്കെയാണ് ആ ഉമ്മാന്റെ ആഗ്രഹം. പടച്ചോനെ ആ പൊന്നുമോനെ നീ ഇടങ്ങേറാക്കല്ലേ അല്ലാഹ്. അവിടെ ചെന്നാൽ ആരും ഉണ്ടാവില്ല, രോഗമൊന്നും കൊടുക്കല്ലേ റഹ്മാനെ. നല്ല കഫാലത്ത് നൽകണേ അല്ലാഹ്, സന്തോഷമുള്ള ജോലി നൽകണേ അല്ലാഹ്, മനസ്സിന് ഇണങ്ങിയ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി, കെട്ടിക്കാനുള്ളവരൊക്കെ കെട്ടിച്ച് നല്ല ഒരു വീട് വെച്ച് എല്ലാ വിഷമങ്ങളും മാറി ഞങ്ങളെ നാട്ടിലേക്ക് ഉമ്മാന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വന്ന് സെറ്റിലാവാൻ ആ പൊന്നുമോനെ നീ തുണക്കണേ അല്ലാഹ്. ജീവിതം മുഴുവനും പ്രവാസിയായി ജീവിച്ച് അവിടെ തന്നെ വിഷമിക്കേണ്ട, ആയുസ് മുഴുവനും അവിടെ ചെലവഴിക്കേണ്ട ഹതഭാഗ്യരിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും ഇവിടെയുള്ള ഒരു പ്രവാസിയും നീ ആക്കല്ലേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ.
അപ്പോ വേറൊരു ഉമ്മ പറഞ്ഞു, ഉസ്താദെ ഞാരെങ്കിലും ഉണ്ട് 1000ന്റെ ആള്, എത്ര 1000 ഒരു 10,000 ആയില്ലേ? അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു ഉമ്മാണ്, എന്തെങ്ങൾക്ക് 1000 10 ആയാൽ മതി, ഒരു 500 ആക്കി കൂടെ എന്ന് മനസ്സിലാക്കിയ ഒരു ഉമ്മ ഒരു 500 റുപ്യ അല്ല, ഒരു പ്രായമുള്ള ഉമ്മയല്ല നിങ്ങൾക്ക് തന്ന്. അള്ളാഹു ആ ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. നിസ്കരിക്കുന്ന കാലത്തോളം, ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഈ അവസരം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദ്. ആ 500 ഇഞ്ഞും അവസരം ഉണ്ട് കേട്ടോ. റമദാൻ തീരുന്നതിന്റെ മുമ്പ് ഒരു 500 ഇഞ്ച വക. 1000 നേതാനും കഴിയൂല ഉസ്താദെ. 500 അല്ല, ഞാനും കൊടുത്തോളാം ഒരു 500. ആർക്കും സഹകരിക്കാം. ചില സ്ഥലത്തൊക്കെ മുത്തല്ലിമീങ്ങളാണ് സംഭാവന. ഇവിടെ കുട്ടികൾ തരണ്ട. ഞങ്ങള് അല്ലാഹു തആല എല്ലാവർക്കും ആഫിയ ഇൽമു കൊടുക്കട്ടെ. പിന്നെ ആരാണല്ലോ ഒരു 500 പറയാൻ പറ്റിയ ആള്? സമയം കളയേണ്ട, വിഷമിക്കണോര് പറയും വേണ്ടട്ടോ. ഞാൻ അങ്ങനെ ചോദിക്കണേ നിങ്ങൾക്ക് ആർക്കും വിഷമമുണ്ടോ? കൊടുക്കണോൽക്കല്ലല്ലേ വിഷമം, ഞമ്മക്കെന്ത് വിഷമ? പിന്നെ ആരാ? റമദാൻ 17 അന്ന് തരാം. റഹ്മത്തുള്ളാഹിന്റെ സഹോദരി ഉമ്മ ഒരു 1000 റുപ്യ കടം വീടാൻ വേണ്ടി ഒരു 1000 റുപ്യം കൂടി കടാക്കി. അള്ളാഹുവെ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മളിപ്പോ അങ്ങനെയാ വിചാരിച്ച, ഇതെത്താ ഉമ്മക്ക് തീരെ തലല്ലേ. ഇപ്പൊ കടമുള്ള ഉമ്മ ഒരു 1000 കൂടി കടാക്കിന്നല്ലാതെ ഇതൊക്കെ നമ്മൾ ആലോചിക്കുക. എന്നാ സംഭവം അങ്ങനെയല്ല. നമ്മളെ ചവിട്ടുക്ക് ഒരു തുള്ളി വെള്ളം പോയി. എങ്ങനെയാ വെള്ളം കളിയാ? നമ്മൾ കുറെ ഇങ്ങനെ ചാടിയാലും ചാട്ടുണ്ടാവുന്നല്ല, വെള്ളം കണ്ടു പോരൂല. വെള്ളം പോകണമെങ്കിൽ ആ വെള്ളമായ ചൂട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാല് ഉള്ള വെള്ളം കൂടി കൂട്ടിയിട്ട് ഒന്നായിട്ട് പോരും. നോക്കിയേണ്ടി നാളെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കുക, അങ്ങോട്ട് പോരുന്നുണ്ടോ നോക്കുക, ഇങ്ങോട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ചു നോക്കുക. അപ്പൊ രണ്ടും പോരും. എന്നമാതിരി ഏതായാലും കുറച്ച് കടണ്ട്, 1000 കൂടിയാണ് കട കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. എന്നാ എല്ലാ കടാണ് പോകുക. അള്ളാഹുവെ ആ ഉമ്മാക്ക് കടം വീട്ടി കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് 17 അന്ന് തരാന്ന് പറഞ്ഞു. ബദരീങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നീ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദ്. 1000 റുപ്യ എല്ലാവരുടെയും ഉസ്താദേ 1000 ആണ്. പിന്നെ ആരാള്? 500ന്റെ ആള്. അടച്ചോനെ, വള്ളം നാരങ്ങട്ട് വേണ്ടി വരട്ടെ മോനെ. മുജീബ് റഹ്മാൻ എന്ന കുട്ടിക്ക് നല്ല റാഹത്തും സ്വഭാവം സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മാന്റെ വക 1000 റുപ്യ. അല്ലാഹുവേ നീ ആ പൊന്നുമോന് സന്തോഷം കൊടുക്കണേ റഹ്മാനെ, നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഉമ്മാനെ സന്തോഷിപ്പിക്കുന്ന മകനാക്കണേ അല്ലാഹ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉപ്പാപ്പയുടെ ഹക്ക് ബർക്കത്തുകൊണ്ട്, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഹക്ക് ബർക്കത്തുകൊണ്ട്, ശംസുല്ലുലമയുടെ ഹക്ക് ബർക്കത്തുകൊണ്ട്, താജുല്ലുലമ ഉള്ളാളത്തെ പാപ്പയുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് നീ ആ പൊന്നുമോന് സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. അതൊക്കെ അല്ലാഹ് ശിഫിയാക്കി കൊടുക്കട്ടെ. ഒരു പെൺകുട്ടിന്റെ 500 തന്ന സഹോദരന്റെ കുട്ടിക്കിലെ എന്തോ ഒരു ചെറിയൊരു ചൊറി, അതൊക്കെ ശിഫിയായി കൊടുക്കട്ടെ. അല്ലാഹുവേ ഷാഫിനിയാണ്, നീ ശിഫ നൽകണേ അല്ലാഹ്. ഇവിടെ മുത്തഅല്ലിമീങ്ങൾ ആമീൻ പറയുമ്പോൾ ഞങ്ങളെ ദുആ തട്ടൂല, ഞങ്ങളെ സ്വതക്ക കബൂലാക്കുമെന്ന പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ല അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. ആരാഞ്ഞൊരു 500ന്റെ ആള് ആ പെൺകുട്ടി പെണ്ണുങ്ങളെ ഭാഗത്തേക്കൊന്ന് പോയി നോക്കി. ഇവര് തളർന്ന് നിൽക്കണം. ആരെങ്കിലും ഉണ്ട് 500? റമദാൻ തീർന്നതിന് മുമ്പ് കൊടുത്താൽ മതി. എന്താണ് ഇത്തിരി നല്ല ഓഫറുള്ള ഒരു വയല് ഒരു പിരിവ് ഞാൻ ആദ്യമായിട്ട് നടത്തുക. അതൊക്കെ കിട്ടും. ഒരു 500 നമ്മൾ ആദ്യം ധൈര്യത്തിൽ ഇറങ്ങി എഴുതിക്കോളി. അബ്ദുള്ളക്ക അല്ലേ, നിങ്ങൾ എന്നെ നേരത്തെ ഒന്ന് തന്നതല്ല.
അത് വേറെ നിങ്ങളെ അലുക്കന്നെ മുപ്പൽക്കൊണ്ട് അള്ളാഹ് രണ്ടാക്കും ആഫിയത്ത് തരട്ടെ. അള്ളാഹുവെ സ്വതക്ക നീ സ്വീകരിക്കണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, 1000 രൂപ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ, മുത്തുനബിയുടെ പൊരുത്തം നൽകണേ റഹ്മാനെ, സന്തോഷം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ, മക്കളെ കൊണ്ട് നീ ഹൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളെ കയ്യിൽ സംഭാവന നൽകിയോ മക്കളെ കയ്യിൽ കൊടുത്തു വിട്ടവരല്ലാത്തവർ പടച്ച റബ്ബേ ഞങ്ങളെ സ്വതക്കയും അവർ പറയുന്നതിന്റെ അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശവും എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ആരെയും നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്, മാറാ രോഗങ്ങളൊന്നും തരല്ലേ അല്ലാഹ്. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ, ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. പിന്നാരാ ഒരു 500 ആൾ ആരെങ്കിലും ഒരാള് ഞാൻ നിർത്താം, നിങ്ങൾക്കൊക്കെ വിഷമാണ് ഞാൻ നിർത്താം. നമുക്ക് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി കുറച്ച് സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ബറാത്തിന്റെ രാവക്കല്ലേ ഒരു കുട്ടിനെ ഹാഫിളാക്കണം, ഉമ്മാക്ക് മോനെ ഹാഫിളാക്കണം. റമദാൻ 10 മുമ്പായിട്ട് ഒരു 500 റുപ്യ 1000 റുപ്യ കണ്ടങ്ങള് നമ്മൾ 500ക്ക് പോയതാണ് ആകെ പറ്റിച്ച്. അല്ലാഹുവേ ആ ഉമ്മാനെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാഹ്. പൊന്നുമോനെ നല്ല ഹിഫ്ള് നൽകണേ അല്ലാഹ്. കുട്ടിക്ക് പഠിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അതിനു പറ്റിയ നല്ല സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബെ നല്ല മനക്കരുത്തുള്ള കുട്ടിയാക്കണേ അല്ലാഹ്. പഠിക്കാനുള്ള മനസ്സും ഹിഫ്ളും നീ നൽകണേ റഹ്മാനെ. നല്ല ഖുവത്ത് ഹാഫിള നൽകണേ അല്ലാഹ് ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. പിന്നെ 500 1000 അതാ ഒരു രക്ഷിത ഒരു ചെറുപ്പക്കാരൻ പിന്നെ അല്ലാഹുവേ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും. എന്താ നിങ്ങളുടെ പേര്? അല്ലാഹുവേ അസ്ലം. അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈറ് നൽകണേ റഹ്മാനെ. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഉംറക്ക് പോകുകയാണല്ലോ ഉദ്ദേശിച്ചിട്ടല്ല പോകാന്ന് ഉറപ്പിച്ച് അതൊക്കെ ഒന്ന് സലാമത്തായി നല്ലൊരു ഉംറയൊക്കെ ചെയ്ത് മുത്തുനബിന്റെ സിയാറത്തൊക്കെ പോയി ബൂവാത്തു ബി വാത്തു ബി ഇനീശല വിയാത്തുമ്മ പഴയ പേരാണ്. എന്നാലും ഞങ്ങളെ നാട്ടിലത്തെ ആൾക്കാരന്മാര് പേരിട്ടിട്ടുണ്ട്. നാളിപ്പൊരു കുട്ടിക്ക് സമൂസാന്ന് പേരിട്ട്. അപ്പൊ എന്താ നോക്കുമ്പോ സനാന്ന് ഉമ്മാന്റെ പേര് ബാപ്പാന്റെ പേര് മൂസിയാണ്. അപ്പൊ ഉമ്മാന്റെ സായം ബാപ്പാന്റെ മൂസിയും കൂടി കൂട്ടിയിട്ട് ഇട്ടതാ. അങ്ങനെയൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. അള്ളാഹു ആ ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിന് ആഫിയത്ത് നൽകണേ അള്ളാഹ്. വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ റഹ്മാനെ. സന്തോഷം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഉംറക്ക് പോകുന്നത് പോലെ ഹജ്ജിനും പോകാൻ നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. സിയാറത്തിന് അവസരം നൽകണേ അള്ളാഹ് ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. ഹലാലായ ഉദ്ദേശം സഫലീകരിക്കണം. മരിച്ചുപോയ പെങ്ങളെ ഖബർ സന്തോഷത്തിലാവണം. ഒരു 1000 റുപ്യ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അസ്സലാത്തു الله الصلاة والسلام عليك يا حبيب الله يا شيخنا تجلي علماء انشراف الكرماء خذ بأيدينا دواما أنت تاج العلماء لا إله അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ തഹ്ലീൽ ഒന്നല്ലല്ലോ, ആയിരക്കണക്കിന് തഹ്ലീൽ ചൊല്ലി മഹാനായ സൈനുദ്ദീനുൽ മഅ്ബരി തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് വന്ന് ദുആയിരക്കുകയാണ്. പടച്ച റബ്ബേ ആ പൊന്നുമോളുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് കൊടുക്കണേ അല്ലാഹ്. ഖബറെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്.
ഖബറിലുള്ള വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. മുത്തുനബിയുടെ ചാരത്തേക്ക് മഹാനായ താജുലുലമ പോകുമ്പോ, ശംസുലുലമ പോകുമ്പോ, കണ്ണിയത്തുസ്താദ് പോകുമ്പോ, ബഹുമാനപ്പെട്ട സാദാത്തുക്കൾ പോകുമ്പോ ഞങ്ങൾക്ക് പോകാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ സഹോദരിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവരുടെ സർവ്വ സദുദ്ദേശങ്ങൾ എന്ത് ഹലാലായ ഉദ്ദേശമുണ്ടോ അത് മുഴുവനും നീ പൂർത്തീകരിക്കണേ അല്ലാ. ബിഹഖ് സയ്യിദിന മുഹമ്മദിൻ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരി ഒരു 500 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. സഹോദരൻ, ആ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അബ്ദുൾ റസാഖ് എന്നൊരു സഹോദരൻ, പേര് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഇഷ്ടങ്ങനെ കണ്ടപ്പോ ഒന്ന് പറഞ്ഞു. മൂപ്പരെ പേര് അബ്ദുൾ റസാഖ് ഒന്നുമല്ല. ഒരാള് കൊടുത്ത അള്ളാഹു ആ സ്വതക്ക സ്വീകരിക്കട്ടെ. അള്ളാഹുവേ, ആ രഹസ്യമായി നൽകിയ ആ സ്വതക്കയുടെ ഫലമെന്നോണം അവരെ മാനസികമായ, അവരെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ആ സ്വതക്ക ഒരു പരിഹാരമാക്കണേ അല്ലാ. നീ പരിഹാരമാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. ഒരു മോന് വിദേശത്ത് പോയതാക്കാരൻ, അദ്ദേഹത്തിന് കിട്ടിയ ആദ്യ ശമ്പളത്തുനിന്ന് ഒരു 2000 രൂപ അദ്ദേഹത്തിന് ദ്വാരക്കണം. മൂപ്പര ഹയാത്തുള്ള ഉപ്പാക്ക് ദ്വാരക്കണം, കുടുംബത്തിനൊക്കെ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മക്ക് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ കബൂലാക്കണേ അല്ലാ. ആഫിയത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. സന്തോഷങ്ങൾ കൂട്ടിക്കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ശമ്പളത്തിലൊക്കെ നീ വർധനവ് നൽകണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാ. അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ അല്ലാ. ബിഹഖി സയ്യിദിന മുഹമ്മദിൻ. പിന്നെ 500 ആളിഞ്ഞുണ്ടാക്കണി. എന്താ നിങ്ങളെ കയ്യിൽ സുൽത്താൻ? അത് ഞങ്ങൾ സാധാരണ തിന്നണ ഗുളികയാണല്ലോ. എനിക്ക് തരാൻ വേണ്ടിട്ടാ? അള്ളാഹുവേ, മൂപ്പർക്ക് നീ ആഫിയത്ത് നല്ലോണം കൊടുക്കണേ അല്ലാ. എന്താണ് നിങ്ങൾക്ക്? ഞമ്മക്ക് തരുമ്പോ നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. ഞാനിപ്പോ ഇങ്ങനത്തെ ഒന്ന് കിട്ടാൻ വേണ്ടി കഴിച്ചേ. യൂനാനിയാണുള്ളതിലെ അതിനെ മണം കേൾക്കുമ്പോ തിരി ഏതാണ് സാധനം. ഞാൻ അതിന് കൊതിവിടാൻ നിൽക്കണ്ട, മരുന്നാണ്. ഇനി ആരാള്? ഒരു 500 ആള് നിർത്താനാണ്. അതിപ്പോ ഏതായാലും എല്ലായിടത്തും ഉള്ളതാണ്. വരുന്ന മൂല്യരൊന്ന് മുസാഫത്ത് ചെയ്യാം. പൈസ എൻ്റെ എന്നില്ലെങ്കിൽ നിങ്ങൾ ആരും കുറെ ദൂരം പോയിക്കൊന്നുമാണ്. കുട്ടികൾ വിചാരിച്ചോ മുസാഫത്ത് ചെയ്തോ പോലെ പൈസയും കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഞമ്മക്കില്ല. തന്നേലി വേണ്ടാന്നും പറയില്ല. ഒരാൾ തരാതെ കൈ ഒടിച്ചേലി ഇപ്പൊ തന്നിട്ടില്ല എന്നും പറയില്ല. എല്ലാരും പേരുക. എന്നിട്ട് നമ്മളെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ കണങ്ങൾ നല്ല സുഖമായിട്ടല്ല. എന്റെ കൈ വലിയ കോണുണ്ടായിട്ടുമല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വിധങ്ങൾ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾ 2 ആൾക്കാർ കൈ ഇങ്ങനെ പിടിച്ചാലേ ആ കൈ പിരിയലോടുകൂടെ, സന്തോഷത്തിൽ പിടിക്കണം കേട്ടോ, പിരിയലോടുകൂടെ പോലെ എല്ലാ ചെറുദോഷവും പുറത്തു കൊടുക്കും. നിങ്ങൾക്കിപ്പോ ചെറുദോഷം ഒന്നും ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ഒക്കെ കുറെ ഉണ്ടാനും. അപ്പൊ എൻ്റെ ഒക്കെ അത് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏതായാലും 3 മണിക്കൂർ പറഞ്ഞല്ല അയാളെ ദോഷെങ്കിലും പുറപ്പിച്ചു കൊടുക്കുക എന്നൊരു നീയത്തില് നിങ്ങൾ വരിക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയ സംഖ്യകളൊക്കെ അത് മാറ്റിവെക്കുക. എന്നിട്ട് ചെറുതുണ്ടല്ലോ അത് അടിയിലെ പോക്കറ്റിന് മാറ്റിവെച്ച വലിയ സംഖ്യ തരിക. എന്നാലും ഇത് മുന്നോട്ട് പോകണ്ടല്ലോ ഉസ്താദേ, കട ഉണ്ടാകാൻ പാടില്ല. അത് വിജയിപ്പിക്കട്ടെ. അപ്പൊ നല്ല നീയത്തില് എന്നിട്ട് അവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് പോകുമ്പോഴേ
നിങ്ങൾക്ക് നിങ്ങളെ കമ്മിറ്റിക്കാർക്കും നിങ്ങളെ ഉസ്താദിനൊന്നും വിഷമമില്ലെങ്കിൽ ഇവിടെയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് വലിയ ബാലൻസ് ₹1 ഉണ്ടെങ്കിൽ ഒരു ബബിൾക്കത്തിനുള്ള പൈസ അവിടെ പഠിക്കണ ഒരു കുട്ടീൻ്റെ ഒരു ബബിൾക്കത്തിൻ്റെ ₹1. എർത്തനാട്ടുകര ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഒരു മനുഷ്യല്ല അവിടെ. ഏതോ ഒരു ചങ്ങായി സുന്നി അയക്കണേ നോക്കുമ്പോൾ ഓനപ്പോ പേരക്കാർക്ക് വേണ്ട, ഓനെ നമ്മളെ പള്ളി തന്നെയാണ്, ഒക്കെ വഹാബിയാണ്. പക്ഷെ എന്തുണ്ട്, കൊമ്പില്ലായിട്ടങ്ങ് കുത്തൂല, സമാധാനത്തിൽ നിൽക്കാം. ഇതുവരെ കേട്ടോ, ഇനിയിപ്പോ അർദ്ധം എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ അടുക്കൊരു പെണ്ണുങ്ങൾ സ്വകാര്യമായിട്ട് പോകാൻ വിളിച്ചിഞ്ഞ് ഞാൻ ബാലൊക്കെ കഴിഞ്ഞിങ്ങനെ പോകുമ്പോ ലൈബ്രറി വിചാരിച്ചെന്ന് എന്റെ പെണ്ണുങ്ങൾ വിളിച്ചാക്കാറ് ഒച്ചൊക്കെ കേട്ടപ്പോ ഞാനിങ്ങനെ ആരെ ചോദിച്ചു, ഞാൻ ഈ അടുത്ത നാട്ടുകാരനൊരു സഹോദരിയാണ്. ഞാൻ ചോദിച്ചു എന്താ, മൗലവി സാഹിബല്ലേ? അപ്പോൾ ഓൽക്കിപ്പോ അതേ വിളിച്ച് ചെയ്യലുള്ളൂ. ഞാൻ പറഞ്ഞ അല്ല, ഉസ്താദ് സാഹിബാണ്. ഇത്തിരി മൗലവി എന്ന് വിളിച്ചത് തീരെ ഇഷ്ടം. അപ്പോൾ എന്നാലേ എന്റെ മാപ്പിള ഗൾഫിൽ കുടുങ്ങിക്കണം ഉസ്താദെ, അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടുക്കണം. നിങ്ങളൊന്ന് ദുആരിക്ക്, നിങ്ങളെ ദിവസത്തിന്റെ ഒരു ദിവസത്തെ ചെലവ് ₹3000 ഞാൻ തരാം. ഇവിടെയും ഭക്ഷണം ഇങ്ങനെ പെരുക്കാം, ചെലവ് വീട്ടില ക്യാനില്ല. എങ്ങനെയുണ്ട്? അള്ളാഹു നല്ല ഭക്ഷണം തരട്ടെ, അള്ളാഹു നല്ല ഭക്ഷണം തരട്ടെ. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം പൊറാട്ടയല്ലേ? എന്നാൽ ഏറ്റവും തീരെ ഒന്നിനും കൊള്ളാത്തൊരു ഭക്ഷണം ഈ പൊറാട്ട. അത് കയറി വന്നാൽ പോസ്റ്റർ ഇട്ട് കൊട്ടിക്കാനേ പറ്റുള്ളൂ. സദ്യയാണ്, അത് മെയ്മെല്ലാം അങ്ങനെ കൂടാൻ നിൽക്കണ്ട, നല്ല സാധനമൊന്നുമല്ല. ഇഞ്ഞോട് കുറെ ഞാൻ പിന്നെ അതിന്റെ മുമ്പ് അങ്ങനത്തെ മസാലയൊന്നും പഠിക്കാത്തതുകൊണ്ട് നല്ല അടി അടിച്ചിന്. പിന്നെ എന്നോട് ആരോ പറഞ്ഞ നല്ലതല്ല കേട്ടോ, പിന്നാണ് നിർത്തിവെച്ചത്. അപ്പൊ ആയിക്കോട്ടെ, അള്ളാഹു തആല അതിന് അവിടെ ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കണ എല്ലാ ആളുകൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടുന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ മുത്തല്ലിമീങ്ങളോട് പറയട്ടെ, നിങ്ങൾ നല്ലോണം ദ്വാരക്കുമ്പോ നമ്മളെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ഉമ്മാരും ഭക്ഷണത്തിന് സഹായിക്കുന്ന നാട്ടുകാരൊക്കെ മനസ്സറിഞ്ഞ് നമ്മളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ഇവിടുന്ന് മാത്രമല്ല, എവിടെ പോയി ദ്വാരക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഇക്കാലം അത്രയും ഭക്ഷണത്തിന് സഹായിച്ചവരൊക്കെ നീ സഹായിക്കണേ അല്ലാഹ് ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. അപ്പൊ അവിടെയും ക്യാനിങ് ഇവിടെയും ക്യാനിങ്. ഇവിടെ സുന്നി മഹല്, അവിടെ മൊത്തം മുജാഹിദുണ്ടാവും, അതേ മാറ്റുള്ളൂ. അങ്ങനെ ആ പെണ്ണിഞ്ഞോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഗൾഫിൽ അങ്ങനെ കുടുങ്ങിക്കണം. അങ്ങനെ ഞാൻ എന്തുവായിരുന്നു. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് നല്ല പെണ്ണിച്ച് മുജാഹിദല്ലേ, അതിലൊരുത്തേക്കോള് പറഞ്ഞു, ഉസ്താദെ കുടുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സുന്നിയാവുന്നതാണ്. അപ്പൊ ആരെങ്കിലും ഒരാളെ കുടുങ്ങാൻ കാത്തൊക്കെ മാപ്പിള കുടുങ്ങി, അതിപ്പോ അവിടെ പോയി കാണ്ട് വേറൊന്ന് പൈസ കൊടുത്തുങ്ങാണ്ട് ഇറക്കാനും പറ്റില്ല. ആശ്രിതമായിരുന്നു. നോക്കുമ്പോ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇയാള് പാട്ടും പാടി പള്ളിയിൽ. ഞാൻ അത് വരുന്നോണ്ടല്ല, ആമീൻ പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. വെള്ളിയാഴ്ച ജുമാക്ക് നല്ല ജന, ചിലപ്പോ മുജാഹിദ് എന്ന പള്ളിക്കൊക്കെ അങ്ങോട്ടാ വരവ്. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ പോകും. നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ നീച്ചിട്ട് നമ്മളെ ഈ മഹത്തായ വേദിക്കുള്ള നല്ല ഒരു സംഭാവന. അപ്പൊ ഉമ്മാർക്കൊരു സമാധാനമൊക്കെ ഉണ്ടോ? അപ്പൊ ഞങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ എങ്ങനെയപ്പോ കയ്യ് കിട്ടുക? നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ അടുത്തുള്ള അമ്മാന്റെ കയ്യൊന്ന് കുടിച്ചു നോക്കുക. ആ കുയിന്തും ചിത്താന്തകളെ മാറ്റിയിട്ട് 5 ആഴ്ച ആ കച്ചുണ്ടാട്ടിക്കാരനാണ് പൊടിച്ചു നോക്കുക. ആഴ്ചക്കുട്ടി പാത്തുമ്മാന്റെ കച്ചും കേട്ടും പൊടിച്ച് ദോശക്കട പുറത്ത് ഇങ്ങനെ പോകും. അള്ളാഹു മനസ്സൊക്കെ നന്നാക്കി തരട്ടെ. മറ്റേ ആ സ്വഭാവം പൊടിച്ചു പിടിച്ചാലുള്ള ദോഷം കൂടെയുള്ളൂ. അപ്പൊ അതൊന്നും ഉണ്ടാകാതെ എല്ലാ ആളുകളും ഒന്ന് എണീറ്റ് നല്ല നീയത്തോടുകൂടെ നല്ല സംഭാവനകൾ ഇവിടെ തന്നിട്ട് ബാക്കി നിങ്ങൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നാ 2 പുള്ളി കശപിശിയാകരുത്. എന്റെ ഇപ്പൊ നിങ്ങൾ തിരികെ വേണ്ട, നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നാൽ മതി, അല്ലെങ്കിൽ വേണ്ടാനും. അതും ഇനി കമ്മിറ്റിക്കാർക്ക് വിഷമം ഉണ്ടെങ്കിൽ തരും വേണ്ട കേട്ടോ. വിഷമാകുമോ? ഇല്ല. ഉസ്താദിന് സമ്മതം. അള്ളാഹ ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കാണ്. ചില ആൾക്കാർക്ക് അത് ബേജാറാക്കാം, ഇത് വാങ്ങിയാൽ മറ്റേ കുറയോ. പിന്നെ എനിക്ക് നിവർത്തില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പിന്നെ ചോദിച്ചാൽ തരാനൊന്നും അങ്ങനെ ആളൊന്നുമില്ല. ഞാനങ്ങനെ വിദേശത്ത് അതിന്റെ പേരിൽ ഇതുവരെ പോയിട്ടുമില്ല. അപ്പൊ അള്ളാഹുവേ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. നീ ഈ ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. ആ ബുദ്ധിമുട്ടില്ലാത്ത ഉപ്പാരൊക്കെ ഒന്ന് എണീറ്റ്, ചെറുപ്പക്കാരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊന്ന് എണീറ്റ് നിന്ന്
സന്തോഷത്തോടുകൂടെ നമ്മളെ മജ്‌ലിസിന്റെ മുമ്പിലേക്കൊന്ന് വന്നാലേ ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം ദുആ ചെയ്ത് പിരിയാം. നമ്മളെ മരിച്ചുപോയ ആളുകൾ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അടുത്ത് മരണപ്പെട്ടുപോയി. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ, അള്ളാഹ് ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതിനു മുമ്പ് സൈനുദ്ദീൻ മുസ്ലിയാർ മരണപ്പെട്ടുപോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇബ്രാഹിം ബാദുഷാറിനൊരു സഹോദരൻ, ഒരു ഉമ്മ തന്നാണ്. ഓറെ മോന്റെ പേരും ഇബ്രാഹിം ബാദുഷാ. നിങ്ങൾ നല്ല പ്രവർത്തകനാണല്ലോ. ആണ് മോന്റെ അസുഖമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ ഒരു 500 രൂപ. ഉസ്താദേ, അള്ളാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്, അള്ളാഹു നീ ശിഫ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര് അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ പാപ്പ അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് യൂനുസ് എന്ന മകന്റെ വിസിയും കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു 1000 രൂപ ഒരു ഉമ്മ തന്നിട്ടുണ്ട്. അല്ലാഹുവേ നേരത്തെ തന്നതാണ് ഓഫർ, അത് തരുന്നുണ്ട്. തരാൻ തന്നെ തരുന്നതന്നെ അർത്ഥം. പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ തച്ചോ കുരിക്കളാട്ടി കിട്ടിയാച്ച പിന്നെ നീച്ചാനും കഴിയൂല. അപ്പോ പേടിയാണ് നിങ്ങളോടൊക്കെ കളിക്കാം. നമ്മളാണ്